ചോദിച്ചു ദ്രവ്യം. ഓക്കെ. എടാ ദ്രവ്യം എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ ദ്രവ്യം എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ അല്ലെങ്കിൽ ഭാരമുള്ളതുമായ അല്ലെങ്കിൽ പിണ്ഡമുള്ളതുമായ എന്ത് പദാർത്ഥമാണെങ്കിലും അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും അതുപോലെ തന്നെ മാസ് അല്ലെങ്കിൽ ഭാരം അല്ലെങ്കിൽ പിണ്ഡമുള്ള ഏതൊരു വസ്തുവിനെയും അല്ലെങ്കിൽ ഏതൊരു പദാർത്ഥത്തെയും നമ്മൾ എന്തെന്ന് പറയും ദ്രവ്യം എന്ന് പറയും. നമ്മൾ ഇംഗ്ലീഷിൽ പണ്ട് മുതലേ കേൾക്കുന്ന കൊച്ചു ക്ലാസ് മുതൽ 5ാം ക്ലാസ് തൊട്ടേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ ഒരു ഡെഫിനിഷൻ ഉണ്ട്. എനിത്തിങ് ദാറ്റ് പൊസസസ് മാസ് ആൻഡ് ഓക്യുപൈസ് സ്പേസ് ഈസ് കോൾഡ് മാറ്റർ. ഓക്കെ. എടാ ദ്രവ്യത്തിന് പ്രധാനമായിട്ടും 7 അവസ്ഥകളാണുള്ളത്. ദ്രവ്യത്തിന് പ്രധാനമായിട്ടും 7 അവസ്ഥകളാണ് ദ്രവ്യത്തിന് പ്രധാനമായിട്ടുള്ളത്. ഓക്കെ. അതിൽ ഒന്നാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഖരം. ഖരം അല്ലെങ്കിൽ സോളിഡ്. സോളിഡ്. അടുത്ത അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ലിക്വിഡ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അല്ലെങ്കിൽ ഖരം, ദ്രാവകം, വാതകം. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. നാലാമത്തെ അവസ്ഥ പ്ലാസ്മ. നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടുവരുന്നത് ഈ 4 അവസ്ഥകളാണ്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ. അതിൻ്റെ കൂടെ നമ്മളൊരു 3 കൂടെ പുതുതായിട്ട് പിന്നീട് നമ്മൾ പഠിച്ചു തുടങ്ങി. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. നമ്മുടെ മാറ്ററിൻ്റെ 5ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 6ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഓക്കെ. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് 7 അല്ലെങ്കിൽ 8 കണ്ടീഷനാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കേണ്ടി വരുന്നത്. ഇതിനകത്ത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഖരമെന്നും ദ്രാവകമെന്നും വാതകം പിന്നെ പ്ലാസ്മ അതുപോലെ തന്നെ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ്. 7ാമത്തെ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയ്ക്ക് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ ഫ്ലൂയിഡ് അവസ്ഥ. ഇപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഇത് എക്സാമിന് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ ചിലപ്പോൾ അവിടെ കാണത്തില്ല. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ആ ഓപ്ഷനിൽ കാണുന്നത് സൂപ്പർ ഫ്ലൂയിഡ് പ്ലാസ്മയായിരിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന് ഉത്തരം കൊടുത്തോളണം. ഓക്കെ. അതായത് സൂപ്പർ ഫ്ലൂയിഡ് പ്ലാസ്മ അല്ലെങ്കിൽ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. അതുകൂടാതെ നമ്മുടെ സയൻസിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ കാരണം നമ്മൾ മറ്റ് പല സ്റ്റേറ്റുകളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ടൈം ക്രിസ്റ്റൽ എന്നും എക്സിറ്റോണിയം എന്നും റെഡ്ബർഗ് പോളറോൺ എന്നും ഇങ്ങനെ പല ടൈപ്പ് മാറ്റർ നമ്മൾ പിന്നീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സയൻസിൻ്റെ ഡെവലപ്മെൻറ്റിൽ നമ്മൾ പിന്നെ കണ്ടുപിടിച്ച സാധനങ്ങളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ടൈം ക്രിസ്റ്റൽ, എക്സിറ്റോണിയം അതുപോലെ തന്നെ റുഡ്ബർഗ് പോളറോൺ. ഈ 3 എന്ന് പറയുന്നത് പിന്നീട് വന്നതാണ്. നമുക്ക് പ്രധാനമായിട്ടും PSCയുടെ ചോദ്യമേഖലകളിൽ കണ്ടുവരുന്ന ചോദ്യം ഇത്രയും പാർട്ടിൽ നിന്നാണ്. ഓക്കെ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, പ്ലാസ്മ. ഇതിൽ PSCയുടെ റിപ്പീറ്റഡ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ മാറ്ററിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയുടെയും 5ാമത്തെ അവസ്ഥയുടെയും 6ാമത്തെ അവസ്ഥയുടെയും പേരെന്ത്? ഇത് 3ഉമാണ് കൂടുതലും ചോദിച്ചു വരുന്ന ഒരു ചോദ്യമെന്ന് പറയുന്നത്. ഓക്കെ. 5ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? 6ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? 4ാമത്തെ അവസ്ഥയുടെ പേരെന്താണ്? 4ാമത്തെ അവസ്ഥയുടെ പേരെന്താണെന്ന് ഒരുപാട് വട്ടം PSC ചോദിച്ചതാണ് പ്ലാസ്മ. ഓക്കെ. ഇത്രയാണ് ഇതിലെ ടൈപ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓരോ അവസ്ഥകളെ പറ്റി നിങ്ങളെ ഒന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ. ആദ്യം ഖരാവസ്ഥ. നമ്മൾ ഖരാവസ്ഥ എന്ന് പറയുമ്പോഴേ നമുക്കെല്ലാവരെയും കൊച്ചിലേ നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണ്. ഒരു ബോക്സിനകത്ത് കുറേ കുമിളുകൾ വരച്ച് വെച്ചിട്ട് ബോളുകൾ വരച്ച് വെച്ചിട്ട് അതിനെ ചേർത്ത് നമ്മളങ്ങ് വരയ്ക്കും. എന്നിട്ട് പറയും അതങ്ങ് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അതിനിടയിൽ സ്പേസ് ഒന്നുമില്ല. അതെല്ലാം നല്ല ടൈറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബോണ്ട് ചെയ്തിരിക്കുന്നതാണെന്ന് പറയും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖരമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു എക്സാമ്പിളും പണ്ട് തൊട്ടേ കേൾക്കാൻ തുടങ്ങി. ഐസ് എന്ന് പറയുന്നത് ഒരു ഖരമാണ്. ഐസ് എന്ന് പറയുന്നത് ഒരു ഖരമാണ്. അതായത് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞാൽ നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവുമുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം? ഖരാവസ്ഥയിലുള്ള വസ്തു എന്ന് പറയാം. ഒരു ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയും ഒരു നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവുമുള്ള വസ്തുവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖരാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താണ്? നേരത്തെ നിങ്ങൾ പണ്ട് മുതലേ കാണാൻ തുടങ്ങിയ ഈ ഒരു ബോൾസ് പോലുള്ള സാധനം ഇങ്ങനെ അടുത്തടുത്ത് ചേർത്താണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. അതായത് എന്താണ്? തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഖരാവസ്ഥ. അതുപോലെ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അങ്ങനെ ആകർഷണ ബലം ഉള്ളതുകൊണ്ടാണ് രണ്ടും കൂടെ ഇങ്ങനെ അങ്ങ് ചേർന്നങ്ങ് ഇരിക്കുന്നത്. അങ്ങോട്ടും പോവൂല, ഇങ്ങോട്ടും പോകത്തില്ല. ഓക്കെ. അപ്പോൾ തന്മാത്രകൾ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതും തന്മാത്രകൾ തമ്മിൽ ആകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള സ്ഥിതിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഖരാവസ്ഥ എന്ന് പറയുന്നത്. നിശ്ചിത ആകൃതിയും നിശ്ചിത വ്യാപ്തവുമുള്ള വസ്തുവിനെയാണ് നമ്മൾ ഖരാവസ്ഥ എന്ന് പറയുന്നത്. അടുത്തത് ദ്രാവകാവസ്ഥ. ദ്രാവകാവസ്ഥ.
ദ്രാവകാവസ്ഥയ്ക്കും എന്ത് തന്നെയാണ്, ഡെഫിനിറ്റ് ആയിട്ട് ഒരു വോളിയം ഉണ്ട്. പക്ഷേ അതിനെന്തില്ല, ഒരു പർട്ടിക്കുലർ ഷേപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ ഇത് പഠിപ്പിക്കാൻ പോവുകയാണ്. രാവിലെ പഠിപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഒരു കുപ്പിയിൽ വെള്ളം എടുക്കും. ഓക്കെ, ഞാൻ ആ വെള്ളം എന്തിലാണ് എടുത്തത്, ഒരു കുപ്പിയിലാണ് എടുത്തത്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്തായി, ആ കുപ്പിയുടെ ഷേപ്പായി. ഓക്കെ, നിങ്ങൾ ചോറ് കഴിക്കാനിരുന്നപ്പോൾ നിങ്ങൾ വെള്ളം എടുത്തത് ഒരു ഗ്ലാസ്സിലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ഷേപ്പ് എന്തായി, ആ ഗ്ലാസിൻ്റെ ഷേപ്പായി. അതായത് നമ്മൾ ആ ലിക്വിഡ് അല്ലെങ്കിൽ ദ്രാവകം ഏത് വസ്തുവിലാണോ അത് ഒക്യുപ്പൈ ചെയ്യുന്നത്, അതിൻ്റെ രൂപമാറ്റമായിരിക്കും അതിനുണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിറ്റ് ആയിട്ട് അതിനൊരു വോളിയം ഉണ്ട്. ഓക്കെ, അതിനൊരു വോളിയം ഉണ്ട്. നിശ്ചിത ആകൃതിയില്ലാത്തതും നിശ്ചിത വ്യാപ്തമുള്ളതുമായിട്ടുള്ള ഏത് വസ്തുവിനെയും നമുക്ക് എന്തെന്ന് പറയാം, അതിനെ നമുക്ക് ദ്രാവകമെന്ന് പറയാം. ദ്രാവകമെന്ന് പറയാം. അടുത്ത മൂന്നാമത്തെ അവസ്ഥയാണ് വാതകം, ഗ്യാസ്. നിശ്ചിത ആകൃതിയോ വ്യാപ്തമോ ഇല്ലാത്തതും തന്മാത്രകൾ തമ്മിലുള്ള അകലമെന്ന് പറയുന്നത് വളരെ കൂടുതലുള്ള ഒരു പദാർത്ഥത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വാതകാവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ചലന സ്വാതന്ത്ര്യം അല്ലെങ്കിൽ തന്മാത്രകളുടെ മൂവ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ സ്പീഡി അല്ലെങ്കിൽ വളരെ കൂടുതലാണ് ഇവിടെ ഈ തന്മാത്രകളുടെ ചലനം എന്ന് പറയുന്നത്. കാരണം എന്താണ്, അവിടെ അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ കണികകൾക്കിടയിലും സ്പേസ് ഉണ്ട്. അത് അടുത്തടുത്തല്ല ഇരിക്കുന്നത്. അവർ തമ്മിൽ അകലമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് എങ്ങോട്ട് വേണോ സഞ്ചരിക്കാം. അത് അങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ അവയുടെ ആകർഷണബലം എങ്ങനെയാണ്, ആകർഷണബലം കുറവാണ്. ആകർഷണബലം കൂടുതലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു, എല്ലാം കൂടെ ചേർന്നങ്ങ് ഇരുന്നേനെ. ഇതിപ്പോൾ ആകർഷണബലം എന്താണ്, കുറവാണ്. അതാണ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നും ഓരോ സൈഡിലായിട്ടിരിക്കുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, വാതകാവസ്ഥ. ഇതാണ് ഖരം, ദ്രാവകം, വാതകം, ഈ 3 അവസ്ഥകൾ. ഖരാവസ്ഥ, ദ്രാവകാവസ്ഥ, വാതകാവസ്ഥ. ഓക്കെ അല്ലേ? അപ്പോൾ ഖരാവസ്ഥ കിട്ടി, ദ്രാവകാവസ്ഥ കിട്ടി, വാതകാവസ്ഥ കിട്ടി. ഇനി നമുക്കിതിനൊരു ടേബിളാക്കി പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ടേബിളാണ്. ഓക്കെ, ഇത് നമ്മുടെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് ആദ്യം പറയുന്ന കാര്യം, ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും തന്നെ പല സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് അവർ ഈ ഒരു ടേബിൾ വഴി നമുക്ക് പറഞ്ഞു തരുന്നത്. ആദ്യം നമ്മൾ പറയുന്നത് മാസ് ഉണ്ട് എന്നാണ്. മാസിൻ്റെ കാര്യമാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്. ഖരത്തിന് മാസ് ഉണ്ടോ? ഉണ്ട്. ലിക്വിഡിന് മാസ് ഉണ്ടോ? ഉണ്ട്. ഗ്യാസിന് മാസ് ഉണ്ടോ? ഉണ്ട്. ഇനി വ്യാപ്തം, നിശ്ചിത ആകൃതിയാണ് അല്ലെങ്കിൽ നിശ്ചിത വ്യാപ്തമാണ് നമ്മൾ എടുക്കുന്നത്. വ്യാപ്തം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സോളിഡിന് വ്യാപ്തമുണ്ട്, ലിക്വിഡിന് വ്യാപ്തമുണ്ട്, വാതകത്തിന് വ്യാപ്തമില്ല. ഇനി ആകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാലോ, നിശ്ചിതമായിട്ടൊരു ആകൃതി അല്ലെങ്കിൽ നിശ്ചിത സ്ഥിരമായ ഒരു ആകൃതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഖരത്തിന് മാത്രമേ ഉള്ളൂ, ലിക്വിഡിനും ഇല്ല, ഗ്യാസിനും ഇല്ല. ഇനി കണികകളുടെ ചലനം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സോളിഡിൽ എന്താണ്, കുറവാണ്. വാതകത്തിലോ കൂടുതലാണ്. ഇനി കണികകൾ തമ്മിലുള്ള അകലം എങ്ങനെയാണെന്ന് നോക്കിയാൽ കണികകൾ തമ്മിലുള്ള അകലം സോളിഡിൽ കുറവാണ്, ഗ്യാസിൽ കൂടുതലാണ്. കണികകൾ തമ്മിലുള്ള ആകർഷണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കൂടുതലാണ് സോളിഡിൽ, പക്ഷേ ഗ്യാസിലാണെങ്കിൽ ആകർഷണ ബലവും കുറവാണ്. ഇനി ഊർജ്ജം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സോളിഡിൽ ഊർജ്ജം വളരെ കുറവാണ്, വാതകാവസ്ഥയിൽ ഊർജ്ജം വളരെ കൂടുതലാണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പ്രധാനപ്പെട്ട 3 സാധനങ്ങളായിട്ടുള്ള ഖരം, ദ്രാവകം, ലിക്വിഡ്, മാറ്ററിൻ്റെ അല്ലെങ്കിൽ ദ്രവ്യത്തിൻ്റെ പ്രധാനപ്പെട്ട 3 എണ്ണമായിട്ടുള്ള ഖരത്തിൻ്റെയും ദ്രാവകത്തിൻ്റെയും വാതകത്തിൻ്റെയും പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും കിട്ടിയല്ലോ? ഖരം, ദ്രാവകം, വാതകം, ആർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ള പ്ലാസ്മയാണ്. പ്ലാസ്മ എന്ന് പറയുന്നത് നമ്മുടെ ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. ഇതിനകത്ത് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്ലാസ്മ എന്ന് പറയുന്നത് മാറ്ററിൻ്റെ 4ാമത്തെ അവസ്ഥയാണ്, ദ്രവ്യത്തിൻ്റെ 4ാമത്തെ അവസ്ഥയാണ്. റേഡിയന്റ് മാറ്റർ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്, പ്ലാസ്മ തന്നെയാണ്. റേഡിയന്റ് മാറ്റർ എന്നറിയപ്പെടുന്നതും പ്ലാസ്മ തന്നെയാണ്. കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ക്രൂക്കർ ആണ്. കണ്ടെത്തിയത് ആരാണ്? വില്യം ക്രൂക്കർ. അത് പഠിച്ചേ പറ്റത്തുള്ളൂ. കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് വില്യം ക്രൂക്കർ. പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇർവിൻ ലാങ്മൂർ ആണ്. ഇർവിൻ ലാങ്മൂർ. പ്ലാസ്മയ്ക്ക് പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ ഇർവിൻ ലാങ്മൂർ. സ്പെല്ലിംഗ് വേണോ ഞാൻ പറഞ്ഞുതരാം. IRWIN, ഇർവിൻ ലാങ്മൂർ. LANGMUIR, ലാങ്മൂർ. കണ്ടെത്തിയത് വില്യം ക്രൂക്കർ. WILLIAM, വില്യം ക്രൂക്കർ. CROOKER. ഓക്കെ അല്ലേ? അപ്പോൾ പ്ലാസ്മയുടെ 4ാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ്
അല്ല, മാറ്ററിന്റെ നാലാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. റേഡിയന്റ് മാറ്റർ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? പ്ലാസ്മ തന്നെയാണ്. കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ വില്യം ക്രൂക്കറാണ് പ്ലാസ്മ കണ്ടെത്തിയത്. പ്ലാസ്മ കണ്ടെത്തിയത് ആരാണ്? വില്യം ക്രൂക്കറാണ്. ഇത് പേര് നൽകിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഇർവിൻ ലാങ്മൂർ ആണ്. പേര് കണ്ടെത്തിയ വ്യക്തി ആരാണ്? ഇർവിൻ ലാങ്മൂർ. നിങ്ങൾ കൂടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ച് തന്നെ നിങ്ങളും കൂടെ ഈ പേരുകൾ എൻ്റെ കൂടെ പറയുക. നമ്മൾ ഇന്ന് ഈ ടോപ്പിക് ഇവിടെ തീരുമ്പോൾ നിങ്ങളും ഇത് റിവിഷൻ ചെയ്തും കഴിഞ്ഞു. ഓക്കെ. പിന്നീട് നിങ്ങൾക്ക് ഇനി ഒരു എക്സാമിൻ്റെ തലേദിവസം മാത്രം ഒന്ന് എടുത്ത് നോക്കേണ്ട സാധനങ്ങളാണ്. ഓക്കെ. അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ നിങ്ങളും കൂടെ മൈക്ക് മ്യൂട്ട് ചെയ്ത് വെച്ച് തന്നെ പറയുക. ഓക്കെ. അപ്പോൾ പേര് നൽകിയത് ഇർവിൻ ലാങ്മൂർ, കണ്ടെത്തിയത് വില്യം ക്രൂക്കർ. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മയാണ്. ഏകദേശം നമ്മുടെ പ്രപഞ്ചത്തിന്റെ 99% എന്ന് പറയുന്നതും എന്ത് സ്റ്റേജിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്മ സ്റ്റേജിലാണ് കാണപ്പെടുന്നത്. പ്ലാസ്മ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഇവിടുത്തെ കണികകൾ എന്താണ്? ക്രമരഹിതമായാണ് കാണപ്പെടുന്നത്. ഒരു ഇറഗുലർ ഷേപ്പ് ആണ് ഇതിനുള്ളത്. ക്രമരഹിതമായിട്ടാണ് ഇവിടുത്തെ കണികകൾ, തന്മാത്രകളെല്ലാം കാണപ്പെടുന്നത്. ക്രമരഹിതമായിട്ടാണ്, ഇറഗുലർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഊഷ്മാവ് കൂടുതലുള്ള അവസ്ഥയിൽ ദ്രവ്യം കാണപ്പെടുന്ന രൂപം എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റിലാണ്. പ്ലാസ്മ സ്റ്റേറ്റിലെ അപ്പോൾ നമ്മുടെ ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ. റേഡിയന്റ് മാറ്റർ എന്നും അറിയപ്പെടുന്നത് പ്ലാസ്മയാണ്. കണ്ടെത്തിയത് വില്യം ക്രൂക്കറാണ്. പേര് നൽകിയത് ഇർവിൻ ലാങ്മൂർ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേജിലാണ്. കണികകൾ ക്രമരഹിതമായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്. കണികകൾ ക്രമരഹിതമായാണ് ഇവിടെ കാണപ്പെടുന്നത്. ഊഷ്മാവ് വളരെ കൂടുതലാണ്. ഊഷ്മാവ് കൂടിയ അവസ്ഥയാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചാൽ പ്ലാസ്മ രൂപത്തിലാണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും മാറ്റർ കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നതും എന്താണ്? പ്ലാസ്മ രൂപത്തിലാണ്. അതുപോലെ തന്നെ സൂര്യനിലും അതുപോലെ മറ്റ് പല നക്ഷത്രങ്ങളുടെയും കേന്ദ്രഭാഗങ്ങളിൽ പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? ഈ പ്ലാസ്മ സ്റ്റേജ് തന്നെയാണ്. അയോണീകരണ ഊർജം വളരെ കൂടുതലായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അയണൈസേഷൻ എനർജി, അയോണീകരണ ഊർജം വളരെ കൂടുതലായിട്ടുള്ള ഒരു മൂലകം കൂടെയാണ് ഏതെന്ന് പറയുന്നത്? പ്ലാസ്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈദ്യുത ചാലകത അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി, ഇലക്ട്രിസിറ്റി കണ്ടക്ടിവിറ്റി വളരെ കൂടുതലുള്ള ഒരു അവസ്ഥയാണ് പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയാണ് എന്തെന്ന് പറയുന്നത്? പ്ലാസ്മ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരും എന്ത് തന്നെയാണ്? പ്ലാസ്മ സ്റ്റേറ്റ് തന്നെയാണ്. ഈ പ്ലാസ്മ സ്റ്റേറ്റിന്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ കുറച്ച് നാൾ മുമ്പ് നമ്മളിപ്പോൾ എല്ലാവരും LED, LCD TV ആണ് കൂടുതലും നമ്മളിപ്പോൾ കേൾക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അതുപോലെ തന്നെ ഉണ്ടായിരുന്നൊരു TV ഉണ്ടായിരുന്നു. പ്ലാസ്മ TV എന്ന് പറയും. പ്ലാസ്മ TV. പ്ലാസ്മ ഡിസ്പ്ലേ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു TV. ഓക്കെ. പക്ഷേ അതേക്കാട്ടിയും എല്ലാവരും കൂടുതൽ അന്ന് പ്രചാരണം നേടിയത് നമ്മുടെ LED TV ഒക്കെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ പ്ലാസ്മ ഡിസ്പ്ലേ ഉപയോഗിച്ച് അല്ലെങ്കിൽ പ്ലാസ്മ ടിവിയിലൊക്കെ ഉപയോഗിക്കുന്നത് പ്ലാസ്മ ഡിസ്പ്ലേ ആണ്. അതുപോലെ പ്ലാസ്മ ടോർച്ചുകളുണ്ട്. അതുപോലെ പ്ലാസ്മ ലാമ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ. ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലാസ്മ സ്റ്റേജ് നമുക്ക് ഉപയോഗിക്കാം. അതാണ് പ്ലാസ്മ സ്റ്റേജിന്റെ അതിന്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാസ്മ എന്ന് പറയുന്നത് നാലാമത്തെ സ്റ്റേറ്റാണ്. ദ്രവ്യത്തിന്റെ നാലാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് പ്ലാസ്മ. റേഡിയന്റ് മാറ്റർ എന്നറിയപ്പെടുന്നതും പ്ലാസ്മയാണ്. കണ്ടെത്തിയത് വില്യം ക്രൂക്കർ ആണ്. പേര് നൽകിയത് ഇർവിൻ ലാങ്മൂർ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ന് പറയുന്നത് പ്ലാസ്മ സ്റ്റേറ്റ് ആണ്. കണികകൾ ക്രമരഹിതമായി ഇറഗുലർ ഷേപ്പിൽ കാണപ്പെടുന്നതും പ്ലാസ്മ സ്റ്റേജിലാണ്. അൾട്രാ ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് കൂടുതലുള്ള അവസ്ഥയിലും കാണപ്പെടുന്നത് എന്ത് തന്നെയാണ്? പ്ലാസ്മ സ്റ്റേജ് ആണ്. സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ ചോദിച്ചാൽ അതും പ്ലാസ്മയാണ്. അയണീകരണ ഊർജം വളരെ കൂടുതലായിട്ടുള്ള രൂപമാണ് പ്ലാസ്മ സ്റ്റേജ്. വൈദ്യുത ചാലകത കൂടുതലുള്ള വസ്തുവാണ് പ്ലാസ്മ സ്റ്റേജ്. മിന്നലിൽ ലൈറ്റനിങ്ങിൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ എന്ത് രൂപത്തിലാണെന്ന് ചോദിച്ചാൽ അതും പ്ലാസ്മ രൂപത്തിലാണ്. പ്ലാസ്മ ഡിസ്പ്ലേ, പ്ലാസ്മ ടോർച്ച്, പ്ലാസ്മ ലാമ്പ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നതും എന്ത് തന്നെയാണ്? പ്ലാസ്മയാണ്. PSCയുടെ റിപ്പീറ്റഡ് ചോദ്യം ഇതാണ്. 1. പ്ലാസ്മയ്ക്ക് പേര് നൽകിയതും പ്ലാസ്മ കണ്ടെത്തിയതും. പിന്നെ സൂര്യനിലും നക്ഷത്രങ്ങളിലും ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദ്രവ്യം കാണപ്പെടുന്ന അവസ്ഥ. കണികകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്ന അവസ്ഥ. ഇത് ഇത്രയാണ് PSCയുടെ ചോദ്യങ്ങൾ.
ഓക്കെ അല്ലേ? അടുത്തത് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. അടുത്ത് പഠിക്കാനുള്ളത് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ഓക്കെ. എടാ, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്ററിന്റെ, ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. എടാ, ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്ററിന്റെ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ഓക്കെ. എടാ, ഈ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിനകത്തും നിങ്ങൾ പഠിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് അഞ്ചാമത്തെ അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക. ആരാണ് ആദ്യം ഇതിനെ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്തത് ആരാണ്? ഇതിന് കണ്ടെത്തിയത് ആരാണ്? ഇതിന് പേര് നൽകിയവരുടെ പേര്. ഇത്രയും പേരുകൾ മാത്രമാണ് പ്രധാനമായിട്ടും നിങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഞാൻ ഒന്നുകൂടെ പറയാം. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ്. ആദ്യം കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ആദ്യം പ്രെഡിക്റ്റ് ചെയ്തത്, കണ്ടുപിടിക്കുന്നതിനെക്കാട്ടിയും പ്രെഡിക്റ്റ് ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രെഡിക്റ്റ് ചെയ്ത വ്യക്തികളാണ് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റൈനും. സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റൈനും. സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റൈനും. ഇവരാണ് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രഡിക്ഷൻ നമുക്ക് നൽകുന്നത്. അവരുടെ പേരിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തത്? ആ പേരിന് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്നൊരു പേര് നമ്മൾ ആ അഞ്ചാമത്തെ സ്റ്റേറ്റിന് കൊടുത്തത്. ഇനി ഇതിന്റെ അടിസ്ഥാന കണങ്ങൾ എന്ന് പറയുന്നത് ബോസോണുകളാണ്. ഇതിന്റെ അടിസ്ഥാന കണങ്ങൾ അല്ലെങ്കിൽ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ബോസോണുകളാണ്. ബോസോണുകൾ. ഓക്കെ. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ എന്നാണ് ഈ ബോസോണുകളെ നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ബോസോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകരാണ് ബോസോണുകൾ. അല്ലെങ്കിൽ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിന്റെ അഞ്ചാമത്തെ അവസ്ഥയായിട്ടുള്ള ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിന്റെ അടിസ്ഥാന കണങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ബോസോണുകളാണ്. ബോസോൺ എന്ന് പറയുന്നത് പദാർത്ഥത്തിന്റെ ഊർജ്ജവാഹകരാണ്. പദാർത്ഥങ്ങളുടെ ഊർജ്ജവാഹകർ. ബോസോണാണ് ഇതിന്റെ അടിസ്ഥാന ഘടകമെന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് പോൾ ഹിഗ്സ്. ഇതിന് പേര് നൽകിയ വ്യക്തിയാണ്, ബോസോൺ എന്ന പേര് നൽകിയ വ്യക്തിയാണ് പോൾ ഡിറക്ക്. എടാ, ഡിഗ്രി ലെവലിലെ പ്രീക്യൂ ക്വസ്റ്റ്യൻ ആണ് ഇത്. പീറ്റർ ഹിഗ്സും പോൾ ഡിറക്കും. ഓക്കെ. ബോസോൺ കണ്ടെത്തിയത് പീറ്റർ ഹിഗ്സും ബോസോണിന് പേര് നൽകിയത് പോൾ ഡിറക്കും. ഓക്കെ. എടാ, ബോസോണിനെ ദൈവകണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയാണ് ലിയോൺ ലീഡർമാൻ. ബോസോണുകളെ ബോസോണുകളെ ദൈവകണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയോൺ ലീഡർമാൻ ആണ്. ഓക്കെ. അപ്പോൾ ബോസോണുകൾക്ക് ആ ഒരു ദൈവകണം എന്ന് ബോസോണുകളെ വിളിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? നമ്മുടെ ആരാണ്? ലിയോൺ ലീഡർമാൻ ആണ്. LEON, ലിയോൺ ലീഡർമാൻ, LEDERMAN, ലിയോൺ ലീഡർമാൻ. ഓക്കെ. ഗോഡ്സ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഹിഗ്സ് ബോസോൺ എന്നൊക്കെ അറിയപ്പെടും. ഓക്കെ. അതായത് നമ്മുടെ ഇത് 2012 ഒരു ഡിസ്കവറിയൊക്കെ നടക്കുന്നുണ്ട്. 2012 നടക്കുന്ന കുറെ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട പല ഡെവലപ്മെന്റ്സിൽ അവർ പറയുന്നത് ഹിഗ്സ് ബോസോൺ ആണ് ജീവന്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതായത് എലിമെന്ററി പാർട്ടിക്കിൾസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. സെമീന എന്ത് പറ്റി? കിട്ടുന്നില്ലേ സൗണ്ട്? ഓക്കെ. മുഹമ്മദേ, സൗണ്ട് ക്ലിയർ അല്ലേ മുഹമ്മദേ? ക്ലിയർ ആണ്. ഓക്കെ. മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നു. ഓക്കെ. ഓക്കേടാ. ഓക്കെ. അപ്പം എലിമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയും. ഈ എലിമെന്ററി പാർട്ടിക്കിൾസിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഈ ഫെർമിയോൺസും അതുപോലെ തന്നെ ബോസോണും എന്ന് പറയുന്ന സാധനം. ഈ ഫെർമിയോൺസിനെ നമുക്ക് പിന്നെയും ഡിവൈഡ് ചെയ്യാം. കോർക്ക് എന്നും ലെപ്റ്റോൺ എന്നൊക്കെ പറഞ്ഞ് പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ ഈ ബോസോണിനെ നമ്മൾ പിന്നെ ഡിവൈഡ് ചെയ്യും. ഗേജ് ബോസോൺസ് എന്നും ഹിഗ്സ് ബോസോൺ എന്നും പറഞ്ഞൊക്കെ. ഓക്കെ. അങ്ങനെ കുറെ ഫർദർ ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ. നമുക്ക് അത്രയൊന്നും വേണ്ട. അതെന്നൊക്കെ പറയുന്നത് നമ്മൾ ഈ ഒരു മേഖലയിൽ പഠനം നടത്തുന്ന ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യമാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രയും മതി. ഹിഗ്സ് ബോസോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോസോണുകളെ ദൈവകണം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലിയോൺ ലീഡർമാൻ ആണ്. ഓക്കെ. ബോസോണുകൾ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ കണികകളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. ഓക്കെ. ബോസോണുകൾ എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗതകളെക്കാളും അല്ലെങ്കിൽ പ്രകാശത്തിന്റെ കണികകളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത്? ബോസോണുകൾ എന്ന് പറയുന്നത്. 0 കെൽവിനിൽ പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അതും ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന അവസ്ഥയിലാണ്. 0 കെൽവിൻ എന്ന് പറയുമ്പോൾ കേവല 0. നമ്മൾ പഠിച്ചതാണ്. അബ്സല്യൂട്ട് 0 -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരു പദാർത്ഥത്തിന്റെ ഇരിക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അബ്സല്യൂട്ട് 0 അല്ലെങ്കിൽ കേവല 0 എന്ന് പറയുന്നത്. ആ കേവല 0 എന്ന് പറയുന്ന അവസ്ഥയിൽ പദാർത്ഥം കാണപ്പെടുന്ന
അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് ആണ്. ഓക്കെ. ഈ ഒരു അവസ്ഥയിൽ ദ്രാവകങ്ങൾ എന്ത് കാണിക്കുമെന്ന് ചോദിച്ചാൽ ഒരു സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കും, അതിദ്രവത്വമൊക്കെ കാണിക്കും. ഓക്കെ. അതൊക്കെയാണ് ഈ ഒരു ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് 5ാമത്തെ സ്റ്റേറ്റ് ആണ്. ഇത് പ്രെഡിക്റ്റ് ചെയ്ത വ്യക്തികളാണ് സത്യേന്ദ്രനാഥ ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. ഇതിന്റെ അടിസ്ഥാന കണം എന്താണ്? ബോസോൺ. കണ്ടെത്തിയതാരാണ്? പീറ്റർ ഹിഗ്സ്. പേര് നൽകിയതാരാണ്? പോൾ ഡിറക്. ബോസോണുകളെ ദൈവഗണമെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? ലിയോൺ ലീഡർമാൻ. പ്രകാശത്തിന്റെ കണികകൾക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്നവയാണ്. 0 കെൽവിനിൽ പദാർത്ഥം കാണപ്പെടുന്ന അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അത് ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്ന രൂപത്തിലാണ്. ഓക്കെ അല്ലേ? അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു സാധനം ഉണ്ടായിരിക്കും, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്നൊക്കെ പറയും. ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത് ജനീവയിലെ സ്വിറ്റ്സർലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇതെന്ന് പറയുന്നത് ഏറ്റവും വലിയ പരീക്ഷണശാലയൊക്കെയാണ്. മനുഷ്യൻ ഭൂമിയിൽ വെച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ പരീക്ഷണ ഉപകരണം കൂടെയാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത്. മനുഷ്യൻ ഭൂമിയിൽ നിർമ്മിച്ച ഉപയോഗിച്ച ഏറ്റവും വലിയ പരീക്ഷണ ഉപകരണമാണ് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ എന്ന് പറയുന്നത്. ഏകദേശം 27 കിലോമീറ്ററാണ് ഇതിന്റെ ഒരു സർക്കംഫറൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ അത് എത്ര വലുതായിരിക്കുമെന്ന്. ഓക്കെ. അപ്പം ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള ഒബ്സർവേഷനും അതുപോലെ ലൈഫിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കും അതിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്നതിനെ പറ്റിയൊക്കെ പഠിക്കുന്നതിനൊക്കെ വേണ്ടി ഉപയോഗിച്ച ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് ഈ ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. നമ്മുടെ ജനീവ സ്വിറ്റ്സർലാൻഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് അവരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഇതിന്റെ പരീക്ഷണങ്ങളും മറ്റുമൊക്കെ നടത്തുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഇതാണ്, മനുഷ്യൻ ഭൂമിയിലെ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും വലിയ പരീക്ഷണ ഉപകരണം ഏതാണ്? അത് ലാർജ് ഹാഡ്രോൺ കൊളൈഡർ അല്ലെങ്കിൽ LHC എന്ന് പറയും. LHC, ലാർജ് ഹാഡ്രോൺ കൊളൈഡർ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. ദ്രവ്യത്തിന്റെ 6ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. താഴ്ന്ന ഒന്നാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഡെബോറ എസ് ജിൻ ആണ് എന്ത് കണ്ടെത്തിയത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് കണ്ടെത്തിയത്. ഈ ഫെർമിയോണിക് കണ്ടൻസേറ്റിനകത്തും അടിസ്ഥാന കടങ്ങളുണ്ട്. ആ അടിസ്ഥാന കടങ്ങളുടെ പേരാണ് ഫെർമിയോണുകൾ. ഓക്കെ. ഈ താപനില കുറഞ്ഞ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിനോട് അടുത്ത നിൽക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥാരൂപമാണ് ഈ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് മാറ്ററിന്റെ 6ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. വളരെ താഴ്ന്ന താപനിലയിൽ നിൽക്കുന്ന ഒന്നാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. സൂപ്പർ ഫ്ലൂയിഡിറ്റി കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഫെർമിയോണിക് കണ്ടൻസേറ്റ്. കണ്ടെത്തിയത് ഡെബോറ എസ് ജിന്നും. അതുപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാന കണങ്ങൾ ഫെർമിയോണുകളാണ് ഇതിന്റെ അടിസ്ഥാന ഘടകങ്ങളും. അതുപോലെ താപനില കുറഞ്ഞ ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പദാർത്ഥത്തിന്റെ അവസ്ഥാരൂപം കൂടെയാണ് എന്തെന്ന് പറയുന്നത്? ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്ന് പറയുന്ന മാറ്ററിന്റെ 6ാമത്തെ അവസ്ഥ. പ്ലാസ്മ കണ്ടെത്തിയത് വില്യം ക്രൂക്കറും പേര് നൽകിയത് ഇർവിൻ ലാംഗൂറും. ബോസ്-ഐൻസ്റ്റൈൻ കണ്ടൻസേറ്റ് പ്രെഡിക്റ്റ് ചെയ്തത് സത്യേന്ദ്രനാഥ് ബോസും ആൽബർട്ട് ഐൻസ്റ്റീനും. കണ്ടെത്തിയത് പീറ്റർ ഹിഗ്സും പേര് നൽകിയത് പോൾ ഡിറക്കും. ഫെർമിയോണിക് കണ്ടൻസേറ്റ് കണ്ടെത്തിയത് ഡെബോറ എസ് ജിൻ. ഇത്രയും പേരുകൾ ഓർമ്മയുണ്ടല്ലോ. അടുത്തത് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇവിടെ അടിസ്ഥാന കണങ്ങളെന്ന് പറയുന്നത് കോർക്കുകളാണ്. ഓക്കെ. ഇവിടുത്തെ അടിസ്ഥാന കണങ്ങളെന്ന് പറയുന്നത് കോർക്കുകളാണ്. ഓക്കെ. അപ്പോൾ പദാർത്ഥത്തിന്റെ 7ാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇവിടുത്തെ അടിസ്ഥാന കണങ്ങൾ എന്ന് പറയുന്നത് കോർക്കുകളാണ്. ഈ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മയിലെ അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള കോർക്കുകളെ കണ്ടെത്തിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മുറൈ ജെൽമാൻ ആണ് എന്തിനെ കണ്ടെത്തിയത്? ഈ ഒരു അടിസ്ഥാന കണങ്ങളെ കണ്ടെത്തിയത്. കോർക്കുകൾ എന്ന അടിസ്ഥാന ഘടകങ്ങളെ കണ്ടെത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മുറൈ ജെൽമാൻ. ഓക്കെ. എടാ, ഈ കോർക്കുകളൊക്കെ കൂടെ ചേർന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത്. യഥാർത്ഥത്തില് കോർക്കുകളും ഗ്ലൂവോണുകളും കൂടെ രൂപം കൊണ്ട് അവ തമ്മിൽ ചേരുന്ന ഒരു പ്രോസസ്സ്, അവർ ചേർന്ന് രൂപം കൊള്ളുന്ന ഒന്നാണ് ഹാഡ്രോൺസ് എന്ന് പറയുന്ന സാധനം.
ഈ കോർക്കും തമ്മിൽ നടക്കുന്ന ഒരു ഇന്ററാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഗ്ലൂവോൺ എന്ന് പറയുന്നത്. ഒരു കോർക്കും മറ്റൊരു കോർക്കും കൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ആ ഒരു കണത്തെ നമ്മൾ പറയുന്ന പേരാണ് ഗ്ലൂവോൺ എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ഈ കോർക്കും ഗ്ലൂവോണും കൂടെ കൂടിച്ചേരുമ്പോൾ അതിനെ നമ്മൾ ഹാഡ്രോൺ എന്ന് പറയും. ഹാഡ്രോൺ. PSCയുടെ ചോദ്യം ഇതാണ്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഡ്രോൺ ഏതാണ്? അല്ലെങ്കിൽ അല്ലാതെ ഹാഡ്രോൺ എന്താണെന്നോ PSC ഇതുവരെ ചോദിച്ചിട്ടില്ല. മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് ഹാഡ്രോൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോണും ന്യൂട്രോണും സ്റ്റേബിൾ ആയിട്ടുള്ള ഹാഡ്രോൺ ആണ്. ഹാഡ്രോൺ. ഓക്കെ. അതായത് ന്യൂക്ലിയോൺസ് നിർമ്മിച്ചിരിക്കുന്നത് നമുക്കറിയാം. നമ്മൾ ഒരു ആറ്റം എടുക്കുകയാണെങ്കിൽ ആറ്റത്തിന്റെ കേന്ദ്രഭാഗത്തുള്ള ന്യൂക്ലിയസിനകത്ത് എന്തൊക്കെയുണ്ട്? പ്രോട്ടോണും ഉണ്ട്, ന്യൂക്ലിയോണും ഉണ്ട്. ഓക്കെ. ന്യൂക്ലിയോണിനകത്ത് എന്തൊക്കെ കണങ്ങൾ വരുമെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് പ്രോട്ടോണും ന്യൂട്രോണും കൂടെ വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ ന്യൂക്ലിയോൺസ് നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന കണമെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കോർക്കാണ്. കോർക്ക്. ഇനി ഇതിനകത്ത് ഏറ്റവും സ്ഥിരത കൂടിയത് ഏതാണ്? സ്ഥിരത കൂടിയത് തന്നെയാണ് സ്ഥിരതയുള്ളതാണ് നമ്മുടെ കോർക്കും പ്രോട്ടോണും അതുപോലെ തന്നെ ന്യൂട്രോണും. ഇതിൽ പക്ഷേ ഏറ്റവും സ്ഥിരത കൂടിയ ഹാഡ്രോൺ ഏതാണെന്ന് എടുത്തു ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. ഓക്കെ. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഫോം ഓഫ് ഹാഡ്രോൺസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രോട്ടോണും ന്യൂട്രോണും ആണ്. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. ഓക്കെ. അപ്പോൾ പദാർത്ഥത്തിന്റെ ഏഴാമത്തെ അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഇവിടുത്തെ അടിസ്ഥാന കണങ്ങളെന്ന് പറയുന്നത് കോർക്കുകളാണ്. ഈ കോർക്കുകളെ കണ്ടെത്തിയ വ്യക്തിയാണ് മുറൈ ജെൽമാൻ എന്ന് പറയുന്ന വ്യക്തി. പിന്നെ കോർക്കുകൾ എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അവിടെ PSCയുടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഏറ്റവും സ്റ്റേബിൾ ഫോമിലുള്ള ഹാഡ്രോൺ ഏതാണ്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. ഓക്കെ. അതായത് കോർക്കും ഗ്ലൂവോണും കൂടെ കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഹാഡ്രോൺ എന്ന് പറയുന്നത്. കോർക്കും ഗ്ലൂവോണും. ഇനി ഈ ഗ്ലൂവോൺ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കോർക്കുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവ തമ്മിൽ കൈമാറ്റം നേരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ ഗ്ലൂവോൺ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഈ ഹാഡ്രോൺസിനെയൊക്കെ പിന്നെ ഡിവൈഡ് ചെയ്യാം. മീസോൺസ് എന്നും ബാരയോൺസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല പല രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ഇനി വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ കൂടിയാണ് കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. ഓക്കെ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിന്റെ അവസ്ഥ കൂടെയാണ് ഏതെന്ന് പറയുന്നത്? കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന് പറയുന്നത്. ഇത്ര ഓക്കെ അല്ലേ? കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ. ഈ കോർക്ക് ഗ്ലൂവോണിനെ പറ്റിയൊന്നും അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല നമ്മുടെ PSCയിൽ. ആകെ വന്നിട്ടുള്ള ഒരു ചോദ്യം മുമ്പ് ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് ഏറ്റവും സ്റ്റേബിൾ ഫോമിലുള്ള ഹാഡ്രോൺ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഓക്കെ. ആ ഹാഡ്രോൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ ആണ്. പ്രോട്ടോൺ. പിന്നെ കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ അല്ലെങ്കിൽ കോർക്ക് കണ്ടെത്തിയത് ആരാണെന്നും ഒരു ചോദ്യം ഒരിക്കൽ അതും ഡിഗ്രി ലെവൽ എന്തുകൊണ്ട് വന്നിട്ടുള്ളത്? അത് മുറൈ ജെൽമാൻ ആണ്. മുറൈ ജെൽമാൻ. അല്ലാതെ അധിക ചോദ്യങ്ങളൊന്നും കോർക്ക് ഗ്ലൂവോൺ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടില്ല. ഓക്കെ അല്ലേ? എടാ ഇത്രയാണ് നമ്മുടെ പദാർത്ഥത്തിന്റെ 7 അവസ്ഥകൾ എന്ന് പറയുന്നത്. ഇതിലാർക്കും ഡൗട്ടൊന്നുമില്ലല്ലോ? ഓക്കെ. ഇത് 1 മണിക്കൂർ എടുത്ത് പറഞ്ഞു തന്നാൽ ഇതിനകത്ത് നമുക്ക് വീണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചേർത്ത് നമുക്ക് വീണ്ടും ഇതിനെ വലുതാക്കി നമുക്ക് പറയാം. പക്ഷെ നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. ഞാൻ പറഞ്ഞതിനകത്തു നിന്നുള്ള പോയിന്റ്സിനെ ഇതുവരെ ചോദിച്ചിട്ടുള്ളൂ. ഇനി ചോദിക്കാനും സാധ്യതയുള്ളൂ. ഓക്കെ. അത്യാവശ്യം ആ ഒരു കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് പറയുന്നത്. ഓക്കെ. അടുത്തതാണ്ട അവസ്ഥാ പരിവർത്തനം അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. എടാ നമ്മുടെ സിലബസിനകത്ത് ദ്രവ്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ദ്രവ്യം എന്ന് പറയുന്ന പാർട്ടിനകത്ത് വരുന്ന മറ്റൊരു സാധനമാണ് അവസ്ഥാ പരിവർത്തനം എന്ന് പറയുന്നത്. ലിയോൺ ലീഡർമാൻ ആണ് ദൈവഗണം എന്ന പേര് നൽകിയത് ബോസോണുകൾക്ക്. റോഷൻ ദൈവഗണം എന്ന പേര് നൽകിയത് ലിയോൺ ലീഡർമാൻ. LEON ലിയോൺ ലീഡർമാൻ. LEDERMAN ലീഡർമാൻ. ഓക്കെ. റോഷ ഇങ്ങനെ ഓർത്താൽ മതി. ദൈവമല്ലേ എല്ലാവരെയും ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരുടെയും ലൈഫിനെ ലീഡ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദൈവമാണല്ലോ. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ദൈവ പാർട്ടികൾ എന്ന് പറഞ്ഞ ആര് തന്നെയാണ് ഇങ്ങനെ ലീഡ് ചെയ്യാൻ കഴിവുള്ള ഒരാളെന്ന് ഓർത്താൽ മതി. ലിയോൺ ലീഡർമാൻ. ഇനി അത് മറക്കരുത്. അത്രേ ഉള്ളൂ. ഓക്കേടാ. അടുത്ത് നമുക്ക് പറയാനുള്ളതാണ് അവസ്ഥാ പരിവർത്തനം. ഓക്കെ. ഈ അവസ്ഥാ പരിവർത്തനം എന്താണെന്ന് നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്കുള്ള
മാറ്റത്തെയാണ് നിങ്ങൾ പണ്ട് മുതലേ കേൾക്കുന്നതാണ്. സോളിഡിനെ അല്ലെങ്കിൽ ഐസിനെ ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദ്രാവകമായിട്ട് മാറും. ദ്രാവകത്തെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ അത് വാതകമായിട്ട് മാറും. വാതകത്തെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ വാതകം എന്തായിട്ട് മാറും? പിന്നെ അത് അടുത്ത സ്റ്റേജിലോട്ട് മാറും. തിരിച്ച് ഈ വാതകത്തെ നമ്മൾ തണുപ്പിക്കുകയാണെങ്കിൽ ലിക്വിഡ് ആകും. ലിക്വിഡിനെ വീണ്ടും തണുപ്പിക്കുകയാണെങ്കിൽ സോളിഡ് ആകും. ഓക്കെ. ഈ അവസ്ഥാ പരിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഹീറ്റ് പഠിപ്പിച്ച സമയത്ത് ആ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന പാർട്ടിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഇനി പറയുന്നില്ല. ഓക്കെ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യമെന്ന് പറയുന്നത് ഇതിനകത്ത് ഉള്ള ഒന്നെന്ന് പറയുന്നത് സബ്ലിമേഷൻ പഠിക്കാനുണ്ട്, ഉൽപ്പതനം പഠിക്കാനുണ്ട്. ഉത്പതനം നമുക്ക് പഠിക്കാം. അതിനു മുമ്പ് വേറൊരു ചെറിയ സാധനം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഡിഫ്യൂഷൻ. ഓക്കെ. ഡിഫ്യൂഷൻ. ഓക്കെ. എടാ, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ, എടാ നമ്മളൊരു ഹോട്ടലിൽ കൂടെ പോവുകയാണ്. ഒരു ഹോട്ടലിൽ കൂടെ പോകുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ അടുത്തുകൂടെയുള്ള റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. ഉച്ച നേരത്താണ് പോകുന്നതെന്ന് വെച്ചോ. നല്ല ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ബിരിയാണിയുടെ മണം എന്ത് കിട്ടും? നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് പറയും? അവിടെ ദാ നല്ല ബിരിയാണി ഉണ്ടാക്കുകയാണെന്ന്. വേറൊന്നും വേണ്ട. നിങ്ങളിപ്പോൾ എല്ലാവരും ക്ലാസ് കേട്ടോണ്ടിരിക്കുകയാണ്. അമ്മ അടുക്കളയിൽ നല്ലൊരു മീൻ പൊരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അമ്മ അടുക്കളയിൽ മീൻ പൊരിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇന്ന് ബലാവേഷാണെന്ന് വിചാരിക്കും. ഓക്കെ. അതെന്തുകൊണ്ടാണ്? എന്നാൽ നിങ്ങളെ അമ്മ രാവിലെ എണീറ്റ് മീന് പൊരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴായിരിക്കും അപ്പോഴും അറിയുന്നത് മീന് പൊരിച്ചിട്ടുണ്ടെന്ന്. കാരണം എന്താണ്? നിങ്ങൾ ആൾറെഡി ഉണ്ടാക്കി വെച്ച ഫുഡിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ മണം നിങ്ങൾക്ക് പെട്ടെന്ന് ആസ്വദിക്കാൻ പറ്റും. ഓക്കെ. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ. ഞാൻ എന്തായാലും നിങ്ങളെല്ലാവർക്കും ഇതൊരു അനുഭൂതി തന്നെയായിരിക്കും. എടാ വേറൊന്നും കൊണ്ടല്ല. അതായത് ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ വ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ, ചലന സ്വാതന്ത്ര്യമുള്ള കണികകൾ സ്വയം പരസ്പരം കലരുന്ന ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ ഒരു ചന്ദനത്തിരി അല്ലെങ്കിൽ ഒരു ശാമ്പ്രാണിത്തിരി കത്തിച്ചു വെച്ചാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആ ഒരു സ്ഥലം മുഴുവൻ അതിൻ്റെ മണം ആസ്വദിക്കാൻ പറ്റും നമുക്ക്. എന്തുകൊണ്ടാണ് അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്നത്? അതിൻ്റെ കണികകൾ എന്തുമായി ചേർന്നു? ആ മുറിക്കകത്തുണ്ടായിരുന്ന വായുവുമായിട്ട് മിക്സ് ചെയ്തു. നമ്മൾ പറയും ഒരാൾ സിഗരറ്റ് വലിക്കുകയാണ്. സിഗരറ്റ് വലിക്കുന്ന മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ പോയി നിന്നാൽ നമുക്ക് സിഗരറ്റിൻ്റെ മണം കിട്ടും. എന്തുകൊണ്ടാണ്? ആ വലിച്ചുവിടുന്ന പുക അന്തരീക്ഷത്തിൽ കലർന്ന് അതും നമ്മുടെ മൂക്കിലോട്ട് എത്തുകയാണ്. ഓക്കെ. നമ്മൾ പറയും സിഗരറ്റ് വലിച്ച് അടുത്ത് നിൽക്കുന്നതും അപകടം തന്നെയാണ് എന്ന്. നമ്മൾ സിഗരറ്റ് വലിക്കുന്ന ഒരാളുടെ അടുത്ത് നിൽക്കുന്നതും അപകടം തന്നെയാണെന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? വ്യാപനം എന്ന് പറയുന്നത്. ഇനി ഈ വ്യാപനത്തിൻ്റെ ഒരു വലിയ പ്രോപ്പർട്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളെ അമ്മ ആഹാരം ഉണ്ടാക്കുന്നതും ആൾറെഡി അമ്മ ആഹാരം ഉണ്ടാക്കി വെച്ചതും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെ വീടുകളിൽ നിങ്ങളെ അമ്മമാർ നമ്മളെ കൂടെയുണ്ട്. ഈ ആഹാരം ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആഹാരം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കൂടുതൽ മണം പുറത്തോട്ട് വരുന്നത്. ഉണ്ടാക്കി കഴിഞ്ഞ് അത് നമ്മൾ പിന്നെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനധികം മണമൊന്നും കാണത്തില്ല. പുറത്തങ്ങനെ മണമൊന്നും അറിയപ്പെടാൻ പറ്റൂല. ഓക്കെ. അതായത് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ ഡിഫ്യൂഷൻ്റെ തോതെന്ന് പറയുന്നതും വളരെ കൂടുതലാണ്. ഓക്കെ. നിങ്ങൾ ഈ ബിരിയാണിയുടെ കാര്യം മാത്രം ഓർത്താൽ മതി. നിങ്ങളിനി അതൊരിക്കലും മറക്കത്തില്ല. ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ മണമുള്ളൂ. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് പാത്രത്തിൽ അടച്ചു വെച്ചാൽ പിന്നെ അതിൻ്റെ അടുത്ത് പോയാലേ മണമുള്ളൂ. ഓക്കെ. മറ്റേത് നമ്മൾ ഒരു 1/2 കിലോമീറ്റർ മാറി നിന്നാലും നമുക്കതിൻ്റെ സ്മെല്ലടിക്കും. ഓക്കെ. അതായത് ടെമ്പറേച്ചർ കൂടി നിൽക്കുകയാണ്. നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ ഊഷ്മാവ് വളരെ കൂടുതലാണ്. താപനില വളരെ കൂടുതലാണ്. ആ ഒരു സമയത്ത് ഡിഫ്യൂഷൻ്റെ തോതും എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? നിങ്ങൾ ഇനി ആ സാധനം മറക്കത്തില്ലല്ലോ. ആ ഒരു കണ്ടീഷൻ മുമ്പൊരിക്കൽ PSC ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്ന പോയിന്റാണ്. ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഡിഫ്യൂഷൻ്റെ വ്യാപനത്തിൻ്റെ തോതും എങ്ങനെയാണ്? വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നിങ്ങൾ പണ്ട് നമ്മുടെ പേനയിൽ ഒഴിക്കുന്ന മഷി എടുത്ത് ഒരു തുള്ളി മഷി നിങ്ങളുടെ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു നോക്ക്. എന്ത് സംഭവിക്കും? അത് സ്പ്രെഡ് ചെയ്ത് മാറും. കുറച്ചു നേരം കഴിയുമ്പോൾ ആ വെള്ളത്തിനകത്ത് ഫുൾ ആ മഷി കലരും. എന്തുകൊണ്ടാണ്? അവിടെ നടന്നതും ഡിഫ്യൂഷനാണ്. അപ്പോൾ ഡിഫ്യൂഷൻ എവിടെയും നടക്കും? ലിക്വിഡിലും നടക്കും, വായുവിലും നടക്കും, എയറിലും നടക്കും. ഓക്കെ. ഇനി വെള്ളത്തിനകത്താണെങ്കിലും നമ്മൾ ഹീറ്റ് പഠിച്ച സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു. ചൂടുള്ള ഒരു ഗ്ലാസ്സിനകത്ത് നിങ്ങൾ ചൂടുള്ള വെള്ളം കൊടുക്കണം, ഒരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളം കൊടുക്കണം. രണ്ടിനകത്ത് നിങ്ങൾ ഇങ്ക് ഒഴിക്കണം. ഏതിലാണ് പെട്ടെന്ന് മിക്സിങ് നടക്കുന്നത്? ചൂടുള്ള വെള്ളത്തിനകത്താണ്. എന്തുകൊണ്ടാണ്? അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കും? ചലനം കൂടുതൽ സംഭവിക്കും കണികകളുടെ. അപ്പോൾ പെട്ടെന്ന് ഡിഫ്യൂഷൻ നടക്കും. ഓക്കെ അല്ലേ? ഇതാണ് എന്തെന്ന് പറയുന്നത്? വ്യാപനം അല്ലെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു സാധനമാണ് ശുദ്ധ പദാർത്ഥവും അതുപോലെ തന്നെ മിശ്രിതങ്ങളും.
അതായത് മാറ്ററിനെ നമുക്ക് പ്രധാനമായിട്ടും 2 രീതിയിൽ ഡിവൈഡ് ചെയ്യാം. പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും 2 രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങളെന്നും മിശ്രിതങ്ങളെന്നും ഡിവൈഡ് ചെയ്യാം. ഈ ശുദ്ധ പദാർത്ഥങ്ങളെ വീണ്ടും ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യാം നമുക്ക്. നിങ്ങൾ പ്ലസ് 1 പ്ലസ് 2 സമയത്തൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിനെ നമ്മൾ എലിമെന്റ്സ് എന്നും കോമ്പൗണ്ട്സ് എന്നും ഡിവൈഡ് ചെയ്യും. പിന്നെ ഈ മിക്സ്ചറുകളെ ഹെട്രോജീനിയസ് കോമ്പൗണ്ട്സ് എന്നും ഹോമോജീനിയസ് കോമ്പൗണ്ട്സ് എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, നമുക്ക് തൽക്കാലം ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ശുദ്ധ പദാർത്ഥവും മിശ്രിതങ്ങളും. അതായത് മാറ്ററിനെ അല്ലെങ്കിൽ ദ്രവ്യത്തെ എനിക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. മിശ്രിതങ്ങളെന്നും അതുപോലെ തന്നെ ശുദ്ധ പദാർത്ഥങ്ങളെന്നും. ഒരേ സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള പദാർത്ഥങ്ങളെ ഞാൻ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ശുദ്ധ പദാർത്ഥം അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മിശ്രിതം എന്താണ്? വേറൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രം മിച്ചർ എടുത്താൽ മതി. ആ മിച്ചറിനകത്ത് എന്തൊക്കെയുണ്ട്? കപ്പലണ്ടിയുണ്ട്, പരിപ്പുണ്ട്, അല്ലാതെ ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട്. അതായത് വ്യത്യസ്ത സ്വഭാവമുള്ള കണികകളാൽ നിർമ്മിതമായിട്ടുള്ള ഒരു പദാർത്ഥത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മിശ്രിതങ്ങൾ അല്ലെങ്കിൽ മിക്സ്ചർ എന്ന് പറയുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു മിച്ചറും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പശുവിൻ്റെ പാലും. ഞാൻ പശുവിൻ്റെ പാലെന്നാണ് പറഞ്ഞത്, വെറും പാലെന്നല്ല പറഞ്ഞത്. വെറും പാലിനകത്ത് വെള്ളമുണ്ട്, പാൽപ്പൊടി കാണും. ഞാൻ പശുവിൻ്റെ പാലെന്നതാണ് എടുത്ത് പറഞ്ഞത്. വെള്ളമില്ലാത്ത പശുവിൻ്റെ പാല്. ഓക്കെ, അതെന്താണ്? ഒരു ശുദ്ധ പദാർത്ഥമാണ്. ഓക്കെ, എന്നാൽ മിശ്രിതം, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പാത്രം മിച്ചർ, ആ മിച്ചറിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അത് തന്നെയാണ് മിക്സ്ചർ എന്ന് പറയുന്നതും മിശ്രിതം എന്ന് പറയുന്നതും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്സിൽ ജലവുമുണ്ട്, ഒരു ഗ്ലാസ്സിൽ ഒരു പാത്രത്തിൽ ഉപ്പുമുണ്ട്. ഇത് രണ്ടെന്ന് പറയുന്നത് ശുദ്ധ പദാർത്ഥമാണ്. ഞാൻ ഈ 2 സാധനം കൂടെ എടുത്ത് മിക്സ് ചെയ്ത് ഒറ്റ ഗ്ലാസ്സിനകത്താക്കി. അപ്പോൾ അത് ഉപ്പ് വെള്ളമായിട്ട് മാറി. ഉപ്പ് വെള്ളം എന്ന് പറയുന്നത് ഒരു മിശ്രിതമാണ്. അവിടെ ഉപ്പിൻ്റെ കണികകളും ഉണ്ട്, വെള്ളത്തിൻ്റെ കണികകളും ഉണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് പഠിക്കാനുള്ള കാര്യം ഇതാണ്. ഈ മിശ്രിതങ്ങളെ അല്ലെങ്കിൽ ഈ മിശ്രിതങ്ങൾ അടങ്ങിയിട്ടുള്ള ഘടക പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ഈ മിശ്രിതത്തിനകത്തുള്ള ഓരോ പദാർത്ഥങ്ങളെ ഞാൻ പറയുന്ന പേരാണ് ഘടക പദാർത്ഥങ്ങൾ. അതായത് ഉപ്പ് ജലത്തിനകത്തുള്ള ഘടക പദാർത്ഥങ്ങളാണ് ഉപ്പും ശുദ്ധജലവും. ഈ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവം അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഘടകങ്ങളെയൊക്കെ വേർതിരിച്ചെടുക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മിച്ചർ, നമ്മൾ കഴിക്കുന്ന മിച്ചർ നിങ്ങളുടെ കയ്യിലെടുത്തു. ആ മിച്ചറിനകത്ത് ഒരു ചെറിയ പാത്രത്തിനകത്ത് മിച്ചർ ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് പറയുകയാണ്, ഇതിനകത്തുള്ള കപ്പലണ്ടി മാത്രം എടുത്ത് മാറ്റിയിട്ട് എനിക്ക് തരാൻ പറയുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് കപ്പലണ്ടി എല്ലാം നിങ്ങളെടുത്ത് കഴിച്ചിട്ട് എനിക്ക് ആ മിച്ചർ മാത്രം, ബാക്കി മിച്ചർ എടുത്ത് തരും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആ വസ്തുക്കളെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് വേർതിരിച്ച് എടുക്കാൻ പറ്റും നിങ്ങളുടെ കൈകൾ കൊണ്ട്. ഇങ്ങനെ മിശ്രിതങ്ങളെ ഘടകപദാർത്ഥങ്ങളുടെ പല അടിസ്ഥാനമനുസരിച്ച് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർതിരിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മിശ്രിതങ്ങളുടെ വേർതിരിക്കൽ എന്ന് പറയുന്നത്. ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കപ്പലണ്ടി മാത്രം എടുത്ത് ഇനി കഴിക്കുകയാണ്. കപ്പലണ്ടിയുടെ തോട് നമ്മൾ അതിനകത്ത് ഇങ്ങനെ കൈകൊണ്ട് നമ്മൾ അതിനകത്ത് തേച്ചിട്ട് നമ്മളതൊന്ന് കാറ്റത്ത് ഇങ്ങനെ ഊതി വിടുമ്പോൾ എന്ത് സംഭവിക്കും? കപ്പലണ്ടിയുടെ തോട് മാത്രം പറന്നു പോകും. കപ്പലണ്ടി നമ്മുടെ കയ്യിലിരിക്കും. അതെന്ന് പറയുന്നതും ഒരു വേർതിരിക്കലാണ്. ഇങ്ങനെ പല രീതിയിൽ നമുക്ക്, അല്ലെങ്കിൽ പല പദാർത്ഥങ്ങളുടെ പല രൂപം, പല അവസ്ഥ, പല ഭാവം അനുസരിച്ച് നമുക്ക് അതിനെ എങ്ങനെയൊക്കെയെങ്കിലും അതിനെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പ്രധാനമായിട്ടും വേർതിരിക്കുന്ന കുറച്ച് ടെക്നിക്കുകളാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഒന്നാമത്തെ സാധനമാണ് സ്വേദനം. ഇതിനകത്തും നിങ്ങൾ ഡെഫിനിഷനോ അങ്ങനെയൊന്നും പഠിക്കണ്ട. നിങ്ങൾക്ക് ഞാൻ ഒരു പടം മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. ഈ പടം വെച്ച് നിങ്ങൾ ഇത് മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചങ്ങ് വയ്ക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചർ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരാനുള്ളത്. അല്ലാതെ ഒരു ഡെഫിനിഷനോ അതിൻ്റെ കഥയോ ഒന്നുമല്ല. നിങ്ങൾക്ക് ഈ പിക്ചർ മാത്രം ഓർമ്മ വന്നാൽ മതി. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സുഖമായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ എന്ന് ചോദിച്ചാൽ, എൻ്റെ കയ്യിലുള്ള 2 വസ്തുക്കൾ, ആ 2 വസ്തുക്കളുടെയും താപനിലയിൽ അല്ലെങ്കിൽ ആ മിശ്രിതത്തിന്റെ എന്തെങ്കിലും ഒരു ശീലത്തിന് ഒരു വ്യത്യാസം കാണും. വലിയൊരു വ്യത്യാസം കാണും. അത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് തമ്മിൽ മിക്സ് ആയിട്ടുള്ള എന്തെങ്കിലും ദ്രാവകങ്ങളെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തിളനില ഉപയോഗിച്ച് ആ ഘടകങ്ങളെ വേർതിരിക്കുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടും. എൻ്റെ കയ്യിൽ ഉപ്പും ജലവും കൂടെ മിക്സ് ചെയ്ത ഒരു ഉപ്പ് ജലം എൻ്റെ കയ്യിലുണ്ട്. ഈ ഉപ്പ് ജലത്തിന്റെ പ്രത്യേകത എന്താണ്? രണ്ടും ഒരുമിച്ച് മിക്സ് ചെയ്താണ് ഇരിക്കുന്നത്. രണ്ടും തമ്മിൽ കലർന്ന ഒരു ദ്രാവകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഉപ്പും വെള്ളവും കൂടെ കലർന്ന ഒരു ദ്രാവകമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അതിൻ്റെ തിളനില എന്ന് പറയുന്നത് രണ്ടും വ്യത്യാസമാണ്. അതായത് ജലത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഉപ്പെന്ന് പറയുന്ന സാധനം വെള്ളത്തിൽ, ആ ഉപ്പെന്ന് പറയുന്ന സാധനം കൺവേർട്ട് ചെയ്ത് ഉപ്പ്
ലിക്വിഡായിട്ട് ഡയറക്റ്റ് മാറാൻ വേണ്ടിയിട്ട് ഏകദേശം 800 ° ചൂട് ഞാൻ കൊടുത്താൽ മാത്രമേ ഉപ്പെന്ന് പറയുന്ന സാധനം ഡയറക്റ്റ് എന്തായിട്ട് മാറത്തുള്ളൂ? ഡയറക്റ്റ് അതൊരു ലിക്വിഡായിട്ട് മാറത്തുള്ളൂ. നമുക്ക് ഉപ്പിനെ പെട്ടെന്ന് വെള്ളത്തിൽ അലിയിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഉപ്പിനെ ഡയറക്റ്റ് നിങ്ങളൊരു ഉപ്പിനെ എടുത്ത് നിങ്ങൾ ആ ഉപ്പിനെ മാത്രം ഇട്ട് ചൂടാക്കുകയാണെങ്കിൽ 800 ° ചൂട് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ ലിക്വിഡ് ആക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ലിക്വിഡായിട്ടുള്ള ഉപ്പിനെ നിങ്ങൾക്കിനി വേപ്പർ ആക്കണമെങ്കിൽ ഏകദേശം 1400 ° കൊടുക്കണം. 1400 ° ഉപ്പിന്റെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഉപ്പിന്റെ ലിക്വിഡ് ഫോമിന് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അതിനെ വേപ്പറിലോട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതാണ് ഉപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതൊന്നും പഠിക്കണ്ട. പഠിക്കാനുള്ള സാധനം ഞാൻ ഇനി പറയാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഈ ഉപ്പും ജലവും കൂടെ കലർന്ന സാധനം ഞാൻ എടുത്തു. നിങ്ങൾ ഈ പടത്തിൽ കാണുന്ന പോലെ ഒരു കോണിക്കൽ ഫ്ലാസ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ബീക്കറിനകത്ത് ഞാൻ ഉപ്പ് ജലം എടുത്തിട്ടുണ്ട്. ഞാനിതാ ഇതിനെ ഇവിടെ ഇട്ട് ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആദ്യം വെള്ളം ചൂടാകും. °C കൂടി വരികയാണ് ഈ ഒരു ബീക്കറിനകത്തുള്ള വസ്തുവിന്റെ. ആദ്യം 90 ആയി. 90 കുറച്ച് കഴിഞ്ഞപ്പോൾ 100 ആയി. 100 °C ആയപ്പോൾ വെള്ളത്തിന്റെ തിളനിലയായി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വെള്ളം തിളച്ച് പൊങ്ങാൻ തുടങ്ങി. വെള്ളം പൊങ്ങി എന്ത് ചെയ്യും? വെള്ളം പൊങ്ങുമ്പോഴേക്കും ഈ ഒരു പാർട്ടിൽ കൂടെ, ഈ ഒരു ട്യൂബ് വഴി വെള്ളം സഞ്ചരിക്കും. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്, ഒരു കണ്ടൻസർ. ഓക്കെ, എടാ കണ്ടൻസർ എന്താണെന്നൊന്നും നിങ്ങൾ പഠിക്കാൻ, ഞാൻ കാര്യം പറഞ്ഞുതരാം. കണ്ടൻസർ വേറൊന്നുമല്ല, ഈ ഒരു ടെസ്റ്റ് ട്യൂബിനകത്തൂടെ ഈ ഒരു വാതകം പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വെള്ളം ചൂടായിട്ടുള്ള ആ വേപ്പർ പോകുന്ന സമയത്ത് ഞാൻ ഇതുവഴി തണുത്ത വെള്ളം ഈ ഒരു കണ്ടൻസറിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ഇതിനകത്തൊരു സർക്കുലേറ്റിംഗ് കണ്ടൻസ്ഡ് വാട്ടർ ഞാനിങ്ങനെ തണുത്ത വെള്ളം ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തോണ്ടിരിക്കും. അപ്പം എന്ത് സംഭവിക്കും? അതായത് വേപ്പർ ഒരു കണ്ടൻസേഷൻ ചെയ്താൽ എന്ത് സ്റ്റേറ്റ് ആയി പോകും? അത് തിരിച്ച് ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകും. അതായത് ഇതുവഴി പോകുന്ന ചൂട് വേപ്പറിനെ ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു കണ്ടൻസർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതുവഴി അപ്പോൾ ലിക്വിഡ് പോകുമ്പോൾ എന്ത് സംഭവം? ലിക്വിഡ് ഈ ഒരു ബീക്കറിനകത്തോട്ട് നിറയും. കുറച്ച് കഴിഞ്ഞ് ഈ ജലം മൊത്തം ഇതിനകത്ത് നിന്ന് തിളച്ച് പൊങ്ങി പോകുമ്പോഴേക്കും ഇവിടെ എന്ത് മാത്രമാവും? അവസാനം ഉപ്പ് മാത്രമാവും. അപ്പോൾ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാം? ഉപ്പ് ജലത്തെ ഇതുപോലെ എനിക്ക് മാറ്റാൻ പറ്റും. ഇത് മാത്രമല്ല, വെള്ളവും അസറ്റോണും എന്ന് പറയുന്ന സാധനവും കൂടെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. വെള്ളത്തിന്റെ തിളനില എന്ന് പറയുന്നത് 100 °C ആണ്. അസറ്റോണിന്റെ ഇത് 56 ആണ്. ഞാൻ ചൂടാക്കുമ്പോൾ ആദ്യം ആരായിരിക്കും ചൂടാകുന്നത്? അസറ്റോൺ ആണ് ചൂടാകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? അസറ്റോൺ ഫുൾ വേപ്പറായിട്ട് അസറ്റോൺ എവിടെ പോകും? ഈ ഒരു ട്യൂബ് വഴി ഇവിടുത്തെ ബീക്കറിൽ സ്റ്റോർ ആകും. വെള്ളം ഇവിടെ നിൽക്കത്തേ ഉള്ളൂ. ഈ അസറ്റോൺ നിന്ന് ലയിച്ച് വേപ്പറായി പോയതിന് ശേഷം മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? പിന്നെ വെള്ളത്തിന് ചൂടെടുത്ത് വെള്ളം തിളനിലയിലോട്ട് എത്തുള്ളൂ. അതായത് 56 °C 60 °C ആവുമ്പോഴേക്കും എന്ത് സംഭവിച്ചിരിക്കും? അതിനകത്തുള്ള കംപ്ലീറ്റ് അസറ്റോണും പോയി കഴിഞ്ഞ് കാണുമായിരിക്കും. അത് മറ്റൊരു പ്രോപ്പർട്ടിയാണ്. അത് മനസ്സിലാക്കേണ്ട കാര്യം. അതിന്റെയൊക്കെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് സയൻസിന്റെ അല്ലാതെ ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇപ്പം വെള്ളവും ഉപ്പും കൂടെ ഞാൻ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചാലും ആ 100 °C എത്ര നേരം നിൽക്കുമെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള വെള്ളം മുഴുവൻ തിളച്ച് പോകും വഴിയും 100 °C തന്നെയായിരിക്കും. അതിനുശേഷം മാത്രമേ എന്ത് ചൂടാവാൻ തുടങ്ങത്തുള്ളൂ? പിന്നീടുള്ള 100 °C ശേഷം ഉപ്പ് പിന്നെ ചൂടാവാൻ തുടങ്ങത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെയും എന്തേ സംഭവിക്കത്തുള്ളൂ? ഈ 56 °C ഈ ഇതിനകത്തുള്ള മുഴുവൻ അസറ്റോണും ഇവിടെ നിന്ന് ചൂടായി മാറിയതിന് ശേഷം മാത്രമേ പിന്നെ വെള്ളം തിളനിലയിലേക്ക് പോകത്തുള്ളൂ. അപ്പം നമുക്ക് എന്ത് വേർതിരിച്ചെടുക്കാൻ പറ്റും? ആദ്യം നമുക്ക് അസറ്റോൺ മുഴുവൻ കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് വെള്ളം പിന്നെ വേർതിരിച്ചെടുക്കേണ്ട അവസ്ഥയുണ്ടോ? വെള്ളം മാത്രമായി നമ്മുടെ കയ്യിൽ. ഇങ്ങനെയുള്ള പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് സ്വേദനം എന്ന് പറയുന്നത്. അത് ഇത്രയേ ഉള്ളൂ. തമ്മിൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള മിശ്രിതത്തിലെ ഘടകങ്ങളെ തിളനിലയുടെ വലിയ വ്യത്യാസമുണ്ടെങ്കിൽ അവയെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എടാ ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാണ് നമ്മൾ സ്റ്റോറേജ് ബാറ്ററിയിലും അതുപോലെ നമ്മുടെ മരുന്നുകളിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്റ്റിൽഡ് വാട്ടർ ഒക്കെ ഉണ്ടാക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ നിർമ്മിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഒരു സ്വേദനം എന്ന് പറയുന്ന ടെക്നിക്കാണ്. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്ത ടെക്നിക്കാണ് അംശിക സേചനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എടാ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് എനിക്ക് വളരെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉള്ള 2 വസ്തുക്കളെയാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഞാൻ ജലം എടുത്തത് ജലത്തിന്റെ 100 °C അസറ്റോണിൻ്റെത് 56 °C ആയിരുന്നു. അവ തമ്മിലുള്ള ടെമ്പറേച്ചറിന്റെ വ്യത്യാസം വളരെ വലുതാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ള വസ്തു അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള മിശ്രിതത്തിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ ക്ലോസ് ആണ്, വളരെ അടുത്താണ്. ഒന്നിൻ്റെത് 78 മറ്റൊന്നിൻ്റെത് 80 °C ആണ്. അല്ലെങ്കിൽ ഒന്നിൻ്റെത് 78 മറ്റൊന്നിൻ്റെ °C 82 °C ആണ്. അവിടെ എനിക്ക് ഡിസ്റ്റിലേഷൻ ചെയ്താൽ എനിക്ക് ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയി കളയും.
ഓക്കെ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന എന്ത് സാധനമാണ്? അംശിക സേചനമാണ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. അങ്ങനെ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾക്കറിയാം പെട്രോളും, ഡീസലും, മണ്ണെണ്ണയും, സിഎൻജിയും ഇതെല്ലാം നമ്മൾ വേർതിരിച്ചെടുക്കുന്നത് എന്തിൽ നിന്നാണ്? ക്രൂഡ് ഓയിലിൽ നിന്നാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന്. ഈ ക്രൂഡ് ഓയിലിൽ നിന്ന് നമ്മൾ പെട്രോളിയവും അതുപോലെ തന്നെ പല ഉൽപ്പന്നങ്ങളും നമ്മൾ വേർതിരിച്ചെടുക്കാൻ വേണ്ടി അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് എന്തെന്ന് പറയുന്നത്? അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. പഠിക്കേണ്ട പോയിന്റ് അത് തന്നെയാണ്. ഡിസ്റ്റിലേഷനകത്ത് ഓർക്കാനുള്ള പോയിന്റും അത് തന്നെയാണ്. ഡിസ്റ്റിലേഷൻ ഓർക്കാനുള്ളത് ഡിസ്റ്റിൽഡ് വാട്ടർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനം. ആംശിക സ്വേദനത്തിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളും, ഡീസലും, മണ്ണെണ്ണയും തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമ്മൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് അംശിക സ്വേദനമാണ് അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആണ്. എടാ ഇവിടെയും പഴയ അതേ ടെക്നിക്ക് തന്നെയാണ്. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇവിടെ നമ്മൾ എന്തുപയോഗിച്ചു? ഒരു ഫ്രാക്ഷണൽ കോളം ഉപയോഗിച്ചു. അതായത് ഒരു ബീക്കറിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് പല ലെവലിൽ നമ്മൾ ഗ്ലാസ് ബാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫ്രാക്ഷണൽ കോളം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ആദ്യം അതായത് ഇവിടെ ഞാനിപ്പോൾ എത്തനോളും അതുപോലെ തന്നെ മെത്തനോളും എടുത്തു. കാരണം എത്തനോളും മെത്തനോളും എന്ന് പറയുമ്പോഴേക്കും എത്തനോളിൻ്റെത് 74°C മെത്തനോളിൻ്റെത് 84°C അവരുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? എത്തനോൾ ചൂടാകും. എത്തനോൾ ചൂടായി 74 ഡിഗ്രി ആകുമ്പോഴേക്കും എന്ത് ചെയ്യും? ഈ ഒരു ആദ്യം ഇവിടെ എത്തുകയാണ്. ഈ ഒരു പോർഷനിലെത്തി. ഈ ഒരു പോർഷനിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ തണുപ്പാണ്. ഈ വേപ്പർ ഇവിടെ എത്തുമ്പോൾ ഇവിടെ തണുപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് കണ്ടൻസ് ചെയ്ത് വീണ്ടും ലിക്വിഡായി താഴെ പോകും. അപ്പോൾ ഇവിടെ ഇത്രയും ചൂടായി. വീണ്ടും ഇവിടുന്ന് ആ ചൂടായി ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഇവിടെ വീണ്ടും തണുപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇതുവരെ ചൂടായി വന്ന സാധനമൊക്കെ വീണ്ടും എന്ത് സംഭവിക്കും? ഇവിടുന്ന് ചൂട് കൂടി വരികയാണ്. അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും ഇവിടെയും തണുപ്പായി. ഇവിടെ തണുപ്പായപ്പോൾ വീണ്ടും ഈ സാധനങ്ങളെല്ലാം അലിഞ്ഞ് വീണ്ടും വെള്ളമായിട്ട് താഴോട്ട് പോയി. അങ്ങനെ ഇതിന്റെ ഏറ്റവും മുകളിൽ വരെയും ചൂടാവുമ്പോൾ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ഇത് കാണിച്ചിരിക്കുന്ന തെർമോമീറ്റർ ആണ്. ഈ ഒരു തെർമോമീറ്ററിൽ അപ്പോൾ മാത്രമേ എത്ര ഡിഗ്രി സെൽഷ്യസ് കാണിക്കത്തുള്ളൂ? 74°C കാണിക്കത്തുള്ളൂ. അങ്ങനെ ഇതിനെ നമുക്ക് ചൂടാക്കി ആദ്യം അസറ്റോൺ മാത്രമാവും. ഓക്കെ. ഇനി അടുത്ത് പിന്നെ എന്ത് എത്തനോൾ മാത്രം വരത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീടാണ് മെത്തനോൾ ചൂടാവാൻ തുടങ്ങുന്നത്. അപ്പം മെത്തനോൾ ചൂടാവുമ്പോഴും അതേ അവസ്ഥ തന്നെയാണ്. മെത്തനോൾ ചൂടാവുന്നത് 84°C ഇവിടെ മെത്തനോൾ ചൂടായി ഇവിടെ എത്തി. പക്ഷെ ഇവിടെ ടെമ്പറേച്ചർ എത്രയാണ്? 74°C ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? മെത്തനോൾ കണ്ടൻസ് ആയി വീണ്ടും താഴോട്ട് പോകും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എത്രയായി? 84 ഡിഗ്രിയായി. കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും ഇത് പൊങ്ങി ഇവിടെ എത്തും. ഇവിടെ പൊങ്ങിയെത്തുമ്പോൾ ഇവിടെ 74 ആണ്. വീണ്ടും മെത്തനോൾ അലിഞ്ഞ് താഴോട്ട് പോകും. കണ്ടൻസ് ചെയ്ത് താഴോട്ട് പോകും. അങ്ങനെ വീണ്ടും മെത്തനോൾ ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് സംഭവിച്ചിരിക്കും? കംപ്ലീറ്റ് ആയിട്ട് എത്തനോൾ ഇവിടെയുള്ള ടെസ്റ്റ് ട്യൂബിനകത്ത് ഫില്ലായി കാണും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെയും പഠിക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോളും, ഡീസലും, മണ്ണെണ്ണയും വേർതിരിച്ചെടുക്കാൻ പോകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്ത്? അംശിക സ്വേദനം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പരീക്ഷയ്ക്കകത്ത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് അംശിക സ്വേദനം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് നിങ്ങളുടെ എഴുതാൻ പറയത്തില്ല. ഒരു പാരഗ്രാഫ് എഴുതാൻ പറയില്ല. ഓക്കെ. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു പടം കാണിച്ചു തരുന്നത്. നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി. ഓക്കെ. അടുത്ത സാധനമാണ് സെപ്പറേറ്റിംഗ് ഫണൽ. എടാ ഇത് എളുപ്പമാണ്. വേറൊന്നുമല്ല. നമ്മൾ പണ്ട് മുതലേ വീട്ടിലൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരു പാത്രത്തിനകത്ത് ചെളിവെള്ളം കലക്കി ഒഴിച്ചു. ഇനി അതിനകത്തുനിന്ന് ചെളിയും വെള്ളവും മാറ്റാൻ വേണ്ടി നിങ്ങളടുത്ത് പറഞ്ഞ് എന്ത് ചെയ്യും? നിങ്ങൾ ഒരു സ്ഥലത്ത് അങ്ങ് ഒതുക്കി വെക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് സെഡിമെന്റ് ചെയ്യും. സെഡിമെന്റ് ചെയ്തിട്ട് നിങ്ങൾ പുറത്ത് എന്ത് കിട്ടും? ചെളിവെള്ളം കിട്ടും. ആ വെള്ളത്തെ അങ്ങ് മാറ്റും. ഓക്കെ. അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് ഫണലൊന്നും ഉപയോഗിക്കുന്നില്ല. ഇനി നിങ്ങളുടെ അടുത്ത് ഒരു ചായ നിങ്ങളുടെ കയ്യിൽ തന്നു. ചായക്കകത്ത് ഫുള്ള് പൊടിയാണ്. നിങ്ങൾക്ക് ഒരു അരിപ്പ് തന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അരിപ്പിൽ കൂടെ ഒഴിക്കുമ്പോഴേക്കും അത് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഒരു കോൺ പോലത്തെ ഒരു സാധനമുണ്ട്. അതിനകത്ത് എന്താണോ മിക്സ് ചെയ്തിട്ടുള്ള ദ്രാവകം അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ടുള്ള സാധനം അത് ഞാൻ എടുക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ അത് രണ്ടും രണ്ട് ലെവലിലായിരിക്കും. ഇപ്പോൾ താഴെ ഇരിക്കുന്നത് ഒരു ടൈപ്പും മുകളിലിരിക്കുന്നത് വേറൊരു ടൈപ്പും ആയിരിക്കും. അതായത് താഴെ അടിയുന്നത് ഹെവിയർ ആയിരിക്കും. മുകളിലുള്ളത് ലൈറ്റർ പാർട്ടിക്കിൾസ് ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ മണ്ണെണ്ണയും ഞാൻ തന്നു, ജലവും തന്നു. രണ്ടിനെയും കൂടെ നിങ്ങൾ മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇനി ഇതെനിക്ക് സെപ്പറേറ്റ് ചെയ്ത് തിരിച്ചു തരാൻ പറയുകയാണ്. എനിക്ക് മണ്ണെണ്ണ സെപ്പറേറ്റ് വേണം, വെള്ളവും തിരിച്ചു വേണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ വെള്ളവും മണ്ണെണ്ണയും കൂടെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ടോപ്പിൽ എപ്പോഴും ഡെൻസിറ്റി കുറഞ്ഞ സാധനം മുകളിലടിയും, ഡെൻസിറ്റി കൂടിയത് താഴോട്ട് പോകും. വെള്ളത്തിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലാണ്, ഹെവിയർ ആണ്. അതുകൊണ്ട് അത് എവിടെ അടിയും? താഴെ വെള്ളം ഡെപ്പോസിറ്റ് ചെയ്യും. മണ്ണെണ്ണ മുകളിൽ കിടക്കും.
എടാ, നമ്മളൊക്കെ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മണ്ണെണ്ണ എടുത്ത് നമ്മുടെ കടലിന്റെ പുറത്തും വെള്ളത്തിന്റെ പുറത്തൊക്കെ എടുത്ത് നമ്മൾ ഒഴിക്കും. എന്നിട്ട് തീ അങ്ങ് വരുന്ന കാണാം. നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അവിടെ ഈ ഒരു മണ്ണെണ്ണ എന്ത് ചെയ്യും? പുറത്തായിരിക്കും കിടക്കുന്നത്. കാരണം വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുതലാണ്. അതുകൊണ്ട് ഹെവിയർ ആണ്. അത് താഴെ നിൽക്കത്തുള്ളൂ. ഓക്കെ. ഇനി ഇത് ഒരു വാൽവ് പോലത്തെ സാധനമാണ്, അല്ലെങ്കിൽ പൈപ്പ് പോലത്തെ സാധനമാണ്, ഒരു കോർക്കാണ്. ഞാൻ ആദ്യം കോർക്കിനെ ഓപ്പൺ ചെയ്യുമ്പോഴേക്കും ഇതുവരെയുള്ള ജലവും എന്ത് ചെയ്യും? ആദ്യം താഴോട്ട് പോകും. അപ്പോഴേക്കും ഞാൻ ഈ കോർക്ക് കൊണ്ടുവന്ന് ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മുകളിൽ മണ്ണെണ്ണയും താഴെ എൻ്റെ ബീക്കറിനകത്ത് എന്തുവാകും? ജലവും ആവും. സെപ്പറേറ്റ് ആവും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ. അടുത്ത ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ. ഈ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് വേറൊന്നുമല്ല. സെൻട്രിഫ്യൂഗേഷൻ നമ്മൾ പറയുന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ആക്സിലറേറ്റഡ് സെഡിമെന്റേഷൻ എന്ന് പറയും. ആക്സിലറേറ്റഡ് സെഡിമെന്റേഷൻ. അതായത് ഞാൻ പറഞ്ഞ നേരത്തെ കാര്യം തന്നെയാണ്. ചെളി വെള്ളത്തിന്റെ അടിയിൽ മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാര്യം. അതായത് കണികകളുടെ ഭാരവ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ മിശ്രിതത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുന്ന ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് സെൻട്രിഫ്യൂഗേഷൻ. എടാ, ഇതൊരു വളരെ വലിയ ആപ്ലിക്കേഷൻ ഉള്ള സാധനമാണ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മൾ മോഷനൊക്കെ പഠിക്കുന്ന സമയത്ത് വീണ്ടും ഇത് പറയണം. അതായത് വേറൊന്നുമല്ല, നിങ്ങൾ ഒരു ബസ്സിൽ കൂടെ ഒരു വളവ് സഞ്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ ബസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് തെറിച്ച് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. ഒരു വളവൊക്കെ തിരിയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ ഇനി ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഇവിടെയും ഞാൻ ചെയ്യുന്നത് വേറൊന്നുമല്ല. ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് എനിക്ക് വേർതിരിക്കേണ്ട വസ്തുക്കളെ ഞാൻ എടുക്കും. എന്നിട്ട് ഇതിന് ഞാനൊരു മോട്ടോർ ഉപയോഗിച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ ഭാരം കൂടിയ വസ്തു പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. വെളിയിലോട്ട് തെറിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ട്യൂബിനകത്ത് ഇരിക്കുന്ന സാധനം ഇങ്ങനെ കറങ്ങുമ്പോഴേക്കും എന്ത് സംഭവിക്കും? ഭാരം കൂടിയ വസ്തു പിറകിലോട്ട് ടെസ്റ്റ് ട്യൂബിന്റെ ഏറ്റവും അറ്റത്തെ പോർഷനിൽ അടിയും. അതായത് ഇതെന്റെ ടെസ്റ്റ് ട്യൂബ് ആണെങ്കിൽ ഈ ടെസ്റ്റ് ട്യൂബിന്റെ താഴെ എന്ത് ഡെപ്പോസിറ്റ് ചെയ്യും? അപ്പോൾ ഹെവിയർ ആയിട്ടുള്ള സാധനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യും. മുകളിലോട്ട് ലൈറ്റർ ആയിട്ടുള്ള വസ്തുക്കൾ ഡെപ്പോസിറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ ഒരു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഭാരം കൂടിയ വസ്തുക്കൾ പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. എടാ, നമ്മൾ ബ്ലഡ് നമ്മുടെ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. അത് തന്നെയാണ് കാതറിൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ബ്ലഡ് നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലുള്ള സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ട്, അതിൻ്റെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുള്ള നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അവരുടെയൊക്കെ സ്ഥലങ്ങളിൽ ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് പോലത്തെ ഒരു സാധനം ഇരിക്കും. ഇതുപോലെ ഇരിക്കുന്നൊരു സാധനമുണ്ട്. ഇതിനകത്തോട്ട് അവരെന്ത് ചെയ്യും? കുറേ ടെസ്റ്റ് ട്യൂബിനകത്ത് നമ്മളെ ബ്ലഡ് ഇങ്ങനെ ടെസ്റ്റ് ട്യൂബിനകത്ത് ബ്ലഡ് ഇങ്ങനെ എടുത്തു വയ്ക്കും. എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യും? ഇതിനെ അങ്ങ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഭയങ്കര സ്പീഡിലാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും പോലെയൊന്നുമല്ല. നല്ല RPM-ലാണ്. ഏകദേശം 4000 RPM-ലൊക്കെയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതായത് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ കൊടുത്ത ബ്ലഡ് സാമ്പിൾ, ഇപ്പോൾ മുഹമ്മദ് രാവിലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് മുഹമ്മദിനെ അറിയണം ഇതിനകത്ത് എൻ്റെ ബ്ലഡിനകത്ത് എത്ര RBC കൗണ്ട് ഉണ്ട്, എത്ര WBC ഉണ്ട്, എത്ര പ്ലാസ്മയുണ്ട്. ഓക്കെ. എല്ലാം ഓക്കെ ആണോ എന്ന് മുഹമ്മദിനെ അറിയണം. മുഹമ്മദ് രാവിലെ കൊണ്ട് ബ്ലഡ് കൊടുത്തു. ബ്ലഡ് അവരെന്ത് ചെയ്യും? ഒരു സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് വെച്ച് കറക്കും. സെൻട്രിഫ്യൂഗൽ പമ്പിനകത്ത് വെച്ച് കറക്കിയിട്ട് തിരിച്ചെടുക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ആ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഏറ്റവും അടിയിലുള്ള പോർഷനിൽ RBC മാത്രമായിരിക്കും കിടക്കുന്നത്. അതിന് മുകളിൽ എന്തായിരിക്കും? WBC ആയിരിക്കും. അതിന് മുകളിൽ പ്ലാസ്മ ആയിരിക്കും. അതായത് വേറൊന്നുമല്ല, നമ്മുടെ ബ്ലഡിലുള്ള RBCയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? ഈ ഒരു ടെസ്റ്റ് ട്യൂബിന്റെ ഏറ്റവും അടിയിലത്തെ പോർഷനിൽ RBC മാത്രം അടിയും. അതിന്റെ മുകളിൽ WBC മാത്രം കാണും. അതിന്റെ ഏറ്റവും മുകളിൽ എന്തും കാണും? പ്ലാസ്മ മാത്രം കാണും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് RBC എടുക്കാം, സെപ്പറേറ്റ് WBC പ്ലാസ്മ എടുക്കാം. ഇതാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ എല്ലാം വീട്ടിൽ വാഷിംഗ് മെഷീൻ കാണും. നിങ്ങൾ വാഷിംഗ് മെഷീനകത്ത് തുണി നനച്ച് കഴിഞ്ഞ് ഇപ്പോഴത്തെ വാഷിംഗ് മെഷീൻ എല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. അവസാനമാകുമ്പോൾ എന്ത് ചെയ്യും? അത് ഫുള്ള് പിഴിഞ്ഞ് വെള്ളത്തേക്ക് പകുതി ഉണക്കിയ രൂപത്തിലാണ് നമുക്ക് തുണി എടുത്ത് തരുന്നത്. എടാ, എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. തുണി ആദ്യത്തെ സ്റ്റെപ്പ് കഴുകിക്കഴിഞ്ഞ് ഡ്രയർ ഓൺ ആകുന്നതിന് മുമ്പ് ഡ്രയർ ഓൺ ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈ സ്പീഡിൽ ഇതങ്ങ് സ്പിൻ ചെയ്യും. ഹൈ സ്പീഡിൽ സ്പിൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ തുണി എന്ന് പറയുന്നത് ഈ ഒരു വാഷിംഗ് മെഷീന്റെ ചുറ്റും ഇങ്ങനെ കാണും. അല്ലെങ്കിൽ നിങ്ങൾ തുണി കഴുകിക്കഴിഞ്ഞ് ഏറ്റവും അവസാനം വാഷിംഗ് മെഷീനിൽ തുണി എടുക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീന്റെ ചുറ്റുമാണ് നമ്മുടെ തുണി ഇരിക്കുന്നത്. നടുക്കൊരു സ്പേസ് കാണും. അതായത് തുണി ഇതിനെ ചുറ്റും ഇങ്ങനെ ഇട്ട് കറക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഭാരം കൂടിയ തുണികൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അതിനകത്തുള്ള ജലമെല്ലാം അകത്തോട്ട് പോകും. അപ്പം നമ്മുടെ വാഷിംഗ് മെഷീൻ അകത്തുള്ള ഏറ്റവും നടുക്കുള്ള വാട്ടർ പോകാനുള്ള ആ ഒരു ഔട്ട്ലെറ്റിൽ കൂടെ ആ ഒരു ജലമെല്ലാം പുറത്തു പോകും. ഇനി
ബട്ടർ, തൈരിൽ നിന്ന് ബട്ടർ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത്? നമ്മൾ കടയുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ബട്ടർ തെറിച്ച് ചുറ്റും സെപ്പറേറ്റ് ആകും. മിൽക്കിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇതെല്ലാം എന്ത് ടെക്നിക്ക് ഉപയോഗിച്ചാണ്? സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ സെപ്പറേഷൻ മനസ്സിലായല്ലോ? ഇനി മറക്കത്തില്ലല്ലോ ഈ ഒരു സെപ്പറേഷനും. ഓക്കെ. എടാ, അതുപോലത്തെ മറ്റൊരു സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്കാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം എന്ന് പറയുന്നത്. ഉത്പാദനം, അതായത് ഒരു ഖരപദാർത്ഥത്തെ നമ്മൾ ചൂടാക്കിയാൽ അത് ദ്രാവകമാകാതെ നേരിട്ട് വാതകമാക്കി മാറുന്ന ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഉത്പാദനം എന്ന് പറയുന്നത്. ഉത്പാദനം. എടാ, പാറ്റ ഗുളിക, അയഡിൻ, ഈ വസ്തുക്കളെല്ലാം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തുണികൾക്കിടയിലൊക്കെ പാറ്റയും അതുപോലെ തന്നെ പാറ്റകളൊന്നും കയറാതിരിക്കാൻ വേണ്ടി പാറ്റ ഗുളികളൊക്കെ നമ്മൾ വയ്ക്കും, നാഫ്തലീനൊക്കെ വയ്ക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? കുറേ നാൾ കഴിയുമ്പോൾ അവിടെ ലിക്വിഡായിട്ടൊന്നും കാണത്തില്ല, പക്ഷെ അതെന്ത് ചെയ്യും? ആ ഒരു വസ്തു അവിടെ കാണത്തില്ല, അത് ദ്രാവകമായി മാറിപ്പോകും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉത്പാദനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ അയഡിൻ എന്നൊക്കെ പറയുന്നത് ചൂടാക്കിയാൽ പെട്ടെന്ന് ബാഷ്പമായി പോകുന്ന പദാർത്ഥമാണ് നമ്മുടെ ഈ അയഡിൻ എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഇനി ഈ ഒരു വസ്തുവിനെ ചൂടാക്കിയാൽ എന്ത് സംഭവിക്കും? അത് ലിക്വിഡ് സ്റ്റേജിലൊന്നും ആവത്തില്ല, ഡയറക്റ്റ് അത് ഗ്യാസായിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പാദനം എന്ന് പറയുന്നത്. ഉത്പാദനം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ഒരു ടെക്നിക്കാണ് ക്രൊമാറ്റോഗ്രാഫി. ക്രൊമാറ്റോഗ്രാഫി എടാ വേറൊന്നുമല്ല. അതെല്ലാം അത് തന്നെയാണ് ഋഷി. സ്പിരിറ്റും എല്ലാം അതിനകത്ത് വരും. ഇനി ക്രൊമാറ്റോഗ്രാഫി. എടാ, നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ജൂൺ ജൂലൈ മാസം നമ്മളെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് മഴ കൊള്ളും. മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ബാഗിനകത്തുള്ള പുസ്തകങ്ങൾ നനയും. പണ്ട് കാലങ്ങളിൽ നിങ്ങളുടെയൊക്കെ ഒരു ടൈമിനകത്ത് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ മഷിപ്പേനയും നമ്മളെ ബോൾ പെൻ അല്ല, അല്ലാതെ ജെൽ പെൻ, അതുപോലെ മഷിപ്പേന, ഇതൊക്കെ കൊണ്ട് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കും. നമുക്കൊക്കെ കൊച്ചിലെ ജെൽ പെൻ കിട്ടിയാൽ നമുക്ക് എന്തോ വലിയ സ്വർണം കിട്ടിയ പോലത്തെ അവസ്ഥയാണ് നമുക്ക് പണ്ട്. ഇപ്പോൾ ജെൽ പെനൊക്കെ കോമൺ ആണ് പണ്ടൊക്കെ. പക്ഷേ ഈ ജെൽ പെന്നും അതുപോലെ ഈ മഷിപ്പേനയൊക്കെ ആയിട്ട് എഴുതിയിട്ടുള്ള ബുക്കുകൾ നനഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾ കറുത്ത മഷി കൊണ്ടായിരിക്കും എഴുതിയത്, പക്ഷെ ഇപ്പോൾ ബുക്കിനകത്തൊക്കെ ഒരു ചുവന്ന കളറും ഒരു നീല കളറും ഒരു കറുത്ത കളറും പല രൂപത്തിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബ്ലൂ കളർ എഴുതിയ പേനയാണെങ്കിൽ വേറെ പല കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കറുപ്പ് എന്ന് പറയുന്ന മഷിക്കകത്ത് വേറെ പല കളറുകളും മിക്സ് ചെയ്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്തെടുത്ത ഒരു പല ഘടക പദാർത്ഥങ്ങളും ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ഒരു മഷിയാണ്, ഒരു ഇങ്കാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു കറുത്ത മഷി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമ്മൾ ചെയ്യുന്നത് വേറൊന്നുമല്ല, ഒരു സോൾവെന്റിനകത്ത് അല്ലെങ്കിൽ ഒരു ലായകത്തിനകത്ത് അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒന്നിലധികം ലീനങ്ങളെ അല്ലെങ്കിൽ സൊല്യൂട്ടുകളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗത്തെയാണ് ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്നത്. എടാ, ലീനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ജലവും ഉപ്പുമുണ്ട്. ഈ ജലവും ഉപ്പും എന്നിനെ പറയുന്ന അല്ലെങ്കിൽ ജലം എന്ന് പറയുന്ന സാധനം സോൾവെന്റ് ആണ്. സാൾട്ട് എന്ന് പറയുന്ന സാധനം ലീനമാണ് അല്ലെങ്കിൽ സൊല്യൂട്ടാണ്. കാരണം ഞാൻ വെള്ളത്തിനകത്തോട്ടാണ് ഉപ്പിനെ ചേർക്കുന്നത്. ഓക്കെ. അത് രണ്ടും കൂടെ ചെയ്ത് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം, ലായകം എന്ന് പറയുന്ന സാധനം. ഓക്കെ. അപ്പോൾ ഈ സെപ്പറേറ്റ് ചെയ്ത ഈ ലീനങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയ അല്ലെങ്കിൽ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ക്രൊമാറ്റോ എന്നൊക്കെ പറഞ്ഞാൽ കളർ എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ ഈ ക്രൊമാറ്റോഗ്രാഫി എന്ന് പറയുന്ന ടെക്നിക്കും വേറൊന്നുമല്ല. ഞാനൊരു ഗ്ലാസ് ബീക്കറിനകത്ത് അല്ലെങ്കിൽ ഒരു ഗ്ലാസിനകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫിൽറ്റർ പേപ്പർ മാത്രം മതി. ഒരു ഗ്ലാസ് ജാറിനകത്ത് ഞാൻ വെള്ളം എടുത്തു. വെള്ളം എടുത്തിട്ട് അതാ ഒരു ഫിൽറ്റർ പേപ്പർ എടുത്തു. ഫിൽറ്റർ പേപ്പറിന്റെ ഏറ്റവും അറ്റത്തെ പോർഷനിൽ ഒരു ചെറിയ ഒരു കറുത്ത ഇങ്ക്, ഒരു ഡ്രോപ്പ് ഇങ്ക് ഞാൻ ഒഴിച്ചു. എന്നിട്ട് അതിന് താഴെ ആ ഒരു കറുത്ത മഷിയുടെ ഏറ്റവും താഴെ കുറച്ച് ഭാഗം വരെ ഞാൻ ജലത്തിൽ മുക്കി വെച്ചു. ഓക്കെ. കുറച്ചു നേരം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ നോക്കുമ്പോൾ സമയത്ത് എന്ത് സംഭവിക്കും? ആ കറുത്ത മഷി വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ടില്ല. ഈ ഒരു ഫിൽറ്റർ പേപ്പറിന്റെ പ്രത്യേകത എന്താണ്? ഫിൽറ്റർ പേപ്പറിനകത്ത് ഒരുപാട് പോർസുകളുണ്ട്. ഈ ഒരു പോർസ് വഴി വെള്ളം മുകളിലോട്ട് പോകും. നമുക്കറിയാം കാപ്പിലറിറ്റി, കേശികത്വം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾക്കറിയാം. സൂക്ഷ്മ സുഷിരങ്ങളിലൂടെ ഭൂഗുരുത്വത്തിന് എതിരായിട്ട് ദ്രാവകങ്ങൾ മുകളിലേക്ക് സഞ്ചരിക്കുന്ന പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കേശികത്വം എന്ന് പറയുന്നത്. നമുക്കറിയാം ചെടികള് ജലം വലിച്ചെടുക്കുന്ന പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേര് കേശികത്വം എന്നാണ്. മണ്ണെണ്ണ വിളക്ക് കത്തുന്നത് എങ്ങനെയാണ്? ആ തിരി കേശികത്വം വഴി മണ്ണെണ്ണയെ മുകളിലോട്ട് വലിച്ചെടുക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫിൽറ്റർ പേപ്പർ എന്ത് സംഭവിക്കും? ജലത്തെ ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് മുകളിലേക്ക് വലിക്കും. മുകളിലേക്ക് ജലം സഞ്ചരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പെയിന്റിന്റെ പല ഭാവങ്ങളും പല സ്ഥലങ്ങളിൽ പല രീതിയിൽ ഇങ്ങനെ അത് അടിയും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു കറുത്ത മഷി ആദ്യം കറുപ്പ്, അത് കഴിഞ്ഞ് ചുവപ്പ്, അത് കഴിഞ്ഞ് നീല.
അതിന്റെ പല കോമ്പൗണ്ടുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് മാറും. അതായത് എൻ്റെ കയ്യിലിരിക്കുന്ന കറുത്ത ഇങ്ക് എന്ന് പറയുന്നത് ചുവപ്പിന്റെയും നീലയുടെയും കറുപ്പിന്റെയും ഒരു മിക്സ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്ന പ്യുവർ ബ്ലാക്ക് ഇങ്ക് എന്ന് പറയുന്ന സാധനം. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർക്കണം. ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ആ ടെക്നിക്കിന് പറഞ്ഞ പേരാണ് അഡ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ അല്ല, അഡ്സോർപ്ഷൻ. AD അഡ്സോർപ്ഷൻ. അതിശോഷണം എന്ന് പറയും. അതിശോഷണം, അഡ്സോർപ്ഷൻ. എടാ, അഡ്സോർപ്ഷനും ഉണ്ട് അബ്സോർപ്ഷനും ഉണ്ട്. AB അബ്സോർപ്ഷൻ. നിങ്ങളുടെ കയ്യിൽ ഒരു സ്പോഞ്ച് ഉണ്ട്. ആ സ്പോഞ്ച് നിങ്ങൾ വെള്ളത്തിൽ ഇട്ടാൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ ആ സ്പോഞ്ച് മുഴുവൻ വെള്ളത്തെ അബ്സോർബ് ചെയ്തെടുക്കും. AB അബ്സോർബ് ചെയ്തെടുക്കും. ഇനി എന്താണ് അബ്സോർപ്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ബോർഡിൽ ചോക്കിട്ട് എഴുതി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബോർഡിൽ ചോക്കിട്ട് എഴുതും. അത് കഴിയുമ്പോൾ ടീച്ചർ വന്ന് എന്ത് ചെയ്യും? അത് മായ്ക്കും. ടീച്ചർ വന്ന് മായ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡസ്റ്റർ കൊണ്ട് മായ്ക്കുമ്പോൾ ഡസ്റ്റർ ആ ഒരു ചോക്ക് പൊടി എന്ത് ചെയ്യാണ്? ആ ഡസ്റ്റർ മുഴുവൻ ഊറ്റി കുടിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ഡസ്റ്ററിന്റെ പുറത്ത് അത് ഫുള്ളിങ്ങനെ ഒരു പൊടിയായിട്ട് അടിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എന്നിട്ട് കുറേ ഡസ്റ്റർ തുടച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഈ ഡസ്റ്റർ കൊണ്ടുപോയി വെളിയിലിട്ട് തട്ടി അതിലെ പൊടി മൊത്തം നമ്മൾ കളയും. അതായത് അതിന്റെ പുറത്ത് അടിയുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. സർഫസിൽ മാത്രം പറ്റിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ അതിശോഷണം എന്ന് പറയും. അതിശോഷണം. അതിന് നമ്മൾ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. അതിശോഷണം. അപ്പൊ എന്താണ് അഡ്സോർപ്ഷൻ എന്നും അബ്സോർപ്ഷൻ എന്നും നിങ്ങൾ പഠിച്ചു. ഇതിൽ അഡ്സോർപ്ഷൻ, അതിശോഷണം എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഈ ക്രൊമാറ്റോഗ്രഫിയിൽ ഇങ്ങനെ നമുക്ക് കളർ പല ലെവലിൽ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നതിൻ്റെ ഉള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ ക്രൊമാറ്റോഗ്രഫി എന്താണെന്ന്? ഓക്കെ അല്ലേ? ഇത്രയാണ് നമ്മുടെ ദ്രവ്യം എന്ന് പറയുന്ന, ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന സാധനത്തിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, ദ്രവ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എടാ, പിണ്ഡം എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് അല്ലെങ്കിൽ പിണ്ഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് വെയിറ്റ് എന്ന് ചോദിച്ചാൽ ഒരു വസ്തുവിൽ ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മാസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? കോമൺ ബാലൻസ് ഉപയോഗിക്കും. എന്നാൽ നമ്മൾ വെയിറ്റ് കളയാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കും. സ്പ്രിംഗ് ബാലൻസ് വർക്ക് ചെയ്യുന്നത് എന്ത് ലോ ഉപയോഗിച്ചാണെന്ന് ചോദിച്ചാൽ ഹുക്സ് ലോ ഉപയോഗിച്ചാണ് സ്പ്രിംഗ് ബാലൻസ് വർക്ക് ചെയ്യുന്നത്. വെയിറ്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അതായത് W=mg, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൺ അല്ലെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. കിലോഗ്രാം. ഓക്കെ അല്ലേ? എടാ, ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ സിലബസിലെ ഫിസിക്സിലെ ആദ്യത്തെ പോർഷനായിട്ടുള്ള ദ്രവ്യവും പിണ്ഡവും എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതിൽ ഈ ഒരു ക്രൊമാറ്റോഗ്രാഫിയും ഡിസ്റ്റിലേഷനും ഈ കാര്യങ്ങളൊന്നും റാങ്ക് ഫയലിൽ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു സാധനം നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് ദ്രവ്യവും പിണ്ഡത്തെക്കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. ആ ഒരു പോർഷനകത്ത് പറഞ്ഞിട്ടുള്ള ബാക്കി കാര്യങ്ങളൂടെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞതിൽ വേറെ ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാവർക്കും മനസ്സിലായല്ലോ? എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങൾ അത്യാവശ്യം മറക്കാത്ത രീതിയിൽ ഈ ടെക്നിക്കൊക്കെ ഓർത്തിരിക്കൂലേ? ഡിസ്റ്റിലേഷനും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനും ഇത് ക്രൊമാറ്റോഗ്രഫി, ഇതൊക്കെ. ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾക്ക് കുറച്ച് നിങ്ങളെ വട്ടം കറക്കി ഇതിലെന്തെങ്കിലും ചോദിക്കണമെന്ന് തോന്നിയാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യത്തിൽ ഉപയോഗിക്കാൻ പറ്റൂലേ? നിങ്ങളുടെ അടുത്ത് ഇനി ചോദിക്കുകയാണ്, എൻ്റെ കയ്യിലിരിക്കുന്ന സാധനം, എൻ്റെ കയ്യിൽ അസറ്റോണും ബെൻസീനും എന്ന് പറയുന്ന രണ്ട് സാധനങ്ങളുണ്ട്. അസറ്റോണിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 329 കെൽവിനാണ്. ബെൻസീൻ്റെത് 353 കെൽവിനാണ് അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. എനിക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്യണം. രണ്ടിനെയും, ബെൻസീനെയും അസറ്റോണിനെയും സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് എടുക്കണം. അപ്പോൾ ഏത് ടെക്നിക്കായിരിക്കും ഞാൻ ഉപയോഗിക്കുക എന്നായിരിക്കും ഇനി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന ആൾ കുറച്ചുകൂടെ വട്ടം ചുറ്റി കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെന്ന് തോന്നി ഒരാൾ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏത് ഉത്തരം എഴുതും? ഓപ്ഷനകത്ത് ഡിസ്റ്റിലേഷൻ കാണും, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ കാണും, സെൻട്രിഫ്യൂഗേഷൻ കാണും, സെപ്പറേറ്റിംഗ് ഫണൽ കാണും. നിങ്ങൾ ഏത് ഓപ്ഷൻ എഴുതും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. എന്തുകൊണ്ടാണ്? ടെമ്പറേച്ചർ വളരെ അടുത്തടുത്തുള്ള ഒരു വസ്തുവാണ് ആയതുകൊണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ അവർക്ക് വട്ടാക്കി ചോദിക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ അപ്പം ഇനി ഉത്തരം എഴുതും. അപ്പം നമ്മൾ ആദ്യത്തെ ടോപ്പിക്ക് തീർന്നിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയില്ലേ? ഓക്കെ അല്ലേ? സർ,
2 ദിവസം കൊണ്ട് തലവേദന ആയതുകൊണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ 3 ദിവസത്തെ ലിങ്ക് അയക്കില്ലേ സാറേ? രാഷിദ വീഡിയോ ഇടും രാഷിദ. നമ്മുടെ കുറച്ച് തിരക്കുകളും മറ്റും ആയിപ്പോയോണ്ടാണ് സമയം കിട്ടാതെയൊക്കെ വന്നത്. ഓക്കെ, ശരി, താങ്ക് യു സാർ. എന്തായാലും ഉടനെ ഈ ഒരു വീക്കിനകത്ത് നാളെയോ മറ്റന്നാളോ കൊണ്ട് നമ്മൾ മാക്സിമം വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, എനിക്കറിയാം, എനിക്ക് തോന്നുന്നു ജനുവരി 8 വരെയുള്ള വീഡിയോസ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ജനുവരി 8 മുതലുള്ള വീഡിയോസ് ആണ് ഓൾറെഡി പെൻഡിങ് ആയിട്ടുള്ളത്. 9, 10, 11, 12 ഒക്കെയാണ്. ഓക്കെ, അതെന്തായാലും നാളെയോ മറ്റന്നാളോ കൊണ്ട് മാക്സിമം അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, അത് പ്രോസസ്സൊക്കെ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് 6-7 മണിക്കൂറൊക്കെ ഓരോ വീഡിയോ പ്രോസസ്സ് ചെയ്യുന്നതിനും മറ്റുമൊക്കെ എടുക്കും. ഓക്കെ, കുറേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ടാ. ഓക്കെ, എന്തായാലും ഉടനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ, ഓക്കെ. മുഹമ്മദ് ആരാ? റോഷൻ സ്പ്രിംഗ് ബാലൻസിൻ്റെത് ഹൂക്സ്ലോ ആടാ, ഹൂക്സ്ലോ. അതൊന്നും ചോദിക്കൂല, അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാ. ഓക്കെ, അതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഏത് ലോയുടെ ബേസിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ചോദിക്കുന്നത് ഡിഗ്രി ലെവലിലൊക്കെ ചോദിക്കത്തുള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ ഡിഗ്രി ലെവലിൽ വരുന്ന സബ്ജക്റ്റുകൾ അതൊക്കെ. ഓക്കെ, ഓക്കെ. എടാ, ഒരു ചെറിയൊരു കാര്യം കൂടെ ഞങ്ങൾക്ക് പറയാം. നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഓക്കെ, അതായത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. യൂണിറ്റ് പ്രധാനമായിട്ടും 2 തരമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ചെറിയൊരു ടോപ്പിക്ക്, ഒരു 5 മിനിറ്റത്തെ ടോപ്പിക്ക്. യൂണിറ്റ് എന്ന് പറയുന്നത് 2 തരമുണ്ട്. ഫണ്ടമെന്റൽ യൂണിറ്റും ഉണ്ട്, ഡിറൈവ്ഡ് യൂണിറ്റും ഉണ്ട്. അടിസ്ഥാന അളവുകളും വ്യുൽപ്പന്ന അളവുകളും എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് വെച്ചാൽ ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. മറ്റൊന്നാണ് വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയും. അതായത് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും എന്നാൽ മറ്റ് അളവുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളെ നമ്മൾ പറയുന്ന പേരാണ് ഫണ്ടമെന്റൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സെക്കൻഡ് അല്ലെങ്കിൽ ലെന്ത്, ഈ പറയുന്ന സാധനം, ലെന്ത് എന്ന് പറയുന്ന സാധനം എന്താണ്? മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ലെന്ത് എന്ന് പറയുന്ന സാധനം ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യൂ? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ലെന്ത് പറയാൻ എനിക്ക് എന്ത് പറഞ്ഞാൽ അതിൻ്റെ നീളം മാത്രം എടുത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായിട്ട് യൂണിറ്റുകളുമായിട്ട് ബന്ധത്തിൽ നിൽക്കുന്ന, ആശ്രയിച്ച് നിൽക്കുന്നതുമായിട്ടുള്ള യൂണിറ്റുകളെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വ്യുൽപ്പന്ന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെയൊക്കെ പിന്നെ നമുക്ക് വീണ്ടും പല രീതിയിലൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ്സ്, അടിസ്ഥാന യൂണിറ്റുകളെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഈ അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് 3 രീതിയിൽ നമുക്ക് ക്ലാസിഫിക്കേഷൻ പറയാം. അതായത് CGS യൂണിറ്റ് ഉണ്ട്, MKS യൂണിറ്റ് ഉണ്ട്, FPS യൂണിറ്റ് ഒക്കെ ഉണ്ട്. CGS യൂണിറ്റ് എന്ന് വെച്ചാൽ സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ്, MKS എന്ന് പറയുമ്പോൾ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്, FPS എന്ന് പറയുമ്പോൾ ഫൂട്ട് പൗണ്ട് സെക്കൻഡ്. ഈ FPS എന്നൊക്കെ പറയുന്നത് ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇന്റർനാഷണലി എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ്. ഓക്കെ, ഈ SI യൂണിറ്റ് ഗ്ലോബലി അപ്രൂവ് ചെയ്തത് 1960-ലൊക്കെയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന MKS, മോഡിഫൈഡ് സിസ്റ്റമായിട്ടുള്ള MKSനെ കുറച്ചുകൂടെ മോഡിഫൈഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് SI സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് 7 പ്രധാനപ്പെട്ട യൂണിറ്റുകളാണ് SI സിസ്റ്റത്തിനകത്ത് വരുന്നത്. ഒന്ന് ലെന്ത്, മറ്റൊന്ന് മാസ്, അതുപോലെ മറ്റൊന്നാണ് ടൈം, പിന്നൊന്ന് ഇലക്ട്രിക് കറണ്ട്, പിന്നൊന്ന് ടെമ്പറേച്ചർ. അതുപോലെ മറ്റൊരവസ്ഥയാണ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. 7ാമത്തെ അവസ്ഥയാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഇതാണ് 7 അവസ്ഥകൾ. ലെന്ത്, മാസ്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലെന്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസിൻ്റെത് കിലോഗ്രാം, ടൈമിൻ്റെ സെക്കൻഡ്, ഇലക്ട്രിക് കറണ്ടിൻ്റെ ആംബിയർ A, ടെമ്പറേച്ചർ കെൽവിൻ K, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോള് MOL മോള്, ലൂമിനസ് ഇൻറ്റൻസിറ്റി കെൻഡേല CD. ഇതാണ് ആ 7 SI യൂണിറ്റുകൾ. ഓക്കെ, ഈ ഡിറൈവ്ഡ് യൂണിറ്റ്സിനകത്ത് നമുക്ക് പിന്നെ വീണ്ടും 2 രീതിയിൽ പറയാം. സ്കെലാർ ക്വാണ്ടിറ്റികളെന്നും വെക്റ്റർ ക്വാണ്ടിറ്റികളെന്നും, അല്ലെങ്കിൽ അതിശ അളവുകളെന്നും സദിശ അളവുകളെന്നും. സ്കെലാർ ക്വാണ്ടിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണും, പക്ഷേ ഡയറക്ഷൻ ഇല്ലാത്ത വസ്തുക്കളെയാണ് നമ്മൾ അതിശ അളവുകൾ അല്ലെങ്കിൽ സ്കെലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ദിശ ചേർത്ത് പറയുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ദിശ ചേർത്ത് പറയുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഇതാണ് യൂണിറ്റുകളുടെ ഒരു ക്ലാസിഫിക്കേഷൻ. ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: SI യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് 7 SI യൂണിറ്റുകളും അതിൻ്റെ യൂണിറ്റുകളും എന്താണെന്ന് പഠിക്കുക.
ലെന്ത് എന്ന് ചോദിച്ചാൽ മീറ്റർ ആണ്, മാസ് കിലോഗ്രാം ആണ്, ടൈം സെക്കൻഡ് ആണ്, ഇലക്ട്രിക് കറണ്ട് ആംപിയർ ആണ്, ടെമ്പറേച്ചർ കെൽവിൻ ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ ആണ്, ലൂമിനൻസ് ഇന്റൻസിറ്റി CD ആണ്. ഇതിൽ PSCയുടെ റിപ്പീറ്റഡ് ചോദ്യം ഇതാണ്, ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് എന്താണ്? കെൽവിൻ. അതാണ് പ്രീവിയസിലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യം. ഓക്കെ അല്ലേ? ഇതാണ് യൂണിറ്റ്. അപ്പൊ നമുക്ക് വീണ്ടും നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോകും, ഫോഴ്സ്. ഓക്കെ, എന്തിനാണ് നമ്മൾ ഫോഴ്സ് പഠിക്കണമെന്ന് ചോദിച്ചാൽ, ഫോഴ്സ് പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ ഇത്രയേ ഉള്ളൂ. പ്രവൃത്തി എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഫോഴ്സ് പഠിക്കുന്നത്. അതായത് ഒരു വസ്തുവിൽ നമ്മൾ ബലം പ്രയോഗിക്കുമ്പോഴാണ് ആ വസ്തുവിന്, അല്ലെങ്കിൽ ഒരു വസ്തുവിന് എന്തെങ്കിലും ഒരു ബലപ്രയോഗം നടക്കുന്ന സമയത്ത് അതിന്റെ ദിശയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രവൃത്തി എന്ന് പറയുന്നത്. അതായത് ആ ഒരു വസ്തുവിൽ ഞാനൊരു ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അവിടെ എന്ത് സംഭവിക്കുന്നുള്ളൂ? അവിടെ ഒരു പ്രവൃത്തി നടക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രവൃത്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ബലം അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ബലം എന്താണെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന ബലമാണ്. ഓക്കെ, ബലം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല. ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് അതിൻ്റെ ആകൃതിക്കോ, അല്ലെങ്കിൽ അതിൻ്റെ നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനാവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ ചലനാവസ്ഥയിൽ നിന്ന് നിശ്ചലാവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ അതിൻ്റെ ദിശയിൽ ഒരു മാറ്റം വരുത്താനോ, അല്ലെങ്കിൽ അതിൻ്റെ വേഗത കൂട്ടാനോ വേഗത കുറയ്ക്കാനോ, ഇതിനെല്ലാം നമ്മൾ കൊടുക്കുന്ന ഒരു ഇതിനെയാണ്, അല്ലെങ്കിൽ അതിനെല്ലാം വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. ബലം എന്ന് പറയുന്നത് അതായത് വേറൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ക്രിക്കറ്റ് ബോൾ, ഒരാൾ ക്രിക്കറ്റ് ബോൾ അടിക്കുകയാണ്. ആ ക്രിക്കറ്റ് ബോൾ അടിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് കൊടുത്തു? ഒരു ബലം കൊടുത്തു. ഇനി ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന ക്രിക്കറ്റ് ബോളിനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഒരാൾ അതിൽ എന്ത് ചെയ്തു? ക്യാച്ച് ചെയ്തു. ക്യാച്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെയും അയാൾ ഒരു ഫോഴ്സ് കൊടുത്തു. അതായത് ചലനാവസ്ഥയിലിരുന്ന ഒരു വസ്തുവിനെ നിശ്ചലാവസ്ഥയിൽ കൊണ്ടുവരാൻ അവിടെ ഒരു ഫോഴ്സ് കൊടുത്തു. അല്ലെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാന്, ആ ഫാനിനെ നിർത്തുമ്പോൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അവിടെ വീണ്ടും ആ ഫാനിനെ ഓഫ് ചെയ്തിട്ട് ഞാൻ അവിടെ കൈകൊണ്ട് അതിനെ പിടിച്ച് നിർത്തിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അവിടെ അത് നിന്നത്. അവിടെയും ഞാനൊരു ഫോഴ്സ് കൊടുത്തു. ഇനി ഞാൻ കാർ ഓടിക്കുകയാണ്, അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുകയാണ്. ബൈക്ക് ഓടിച്ച ഒരു സ്ട്രെയിറ്റ് പാതയിൽ കൂടെ ഞാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് തിരിയേണ്ട പാത എന്ന് പറയുന്നത്, എനിക്ക് ഈ ഒരു വളവിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകണം. സ്ട്രെയിറ്റ് പോകുന്നതിന് പകരം ഇവിടെ നിന്ന് എനിക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് പോകണം. ഞാനപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ വണ്ടിയുടെ ഹാൻഡിലിന് ഞാനൊരു ഫോഴ്സ് ഈ ഡയറക്ഷനിലോട്ട് ഞാൻ കൊടുക്കും. ആ സമയത്താണ് എൻ്റെ വണ്ടി എങ്ങോട്ട് പോകുന്നത്. അവിടെ ഞാൻ എന്ത് കൊടുത്തു? ഒരു ഫോഴ്സ് കൊടുത്തു. അതായത് എന്താണ് ഒരു ബലം എന്താണെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇത്രയേ ഉള്ളൂ. പൊതുവായിട്ടുള്ള ഒരു തള്ളലോ വലിക്കലോ, അതാണ് എന്തെന്ന് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. ഒരു തള്ളലോ ഒരു വലിക്കലോ, അതാണ് എന്തെന്ന് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. ബലത്തിന്റെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ബലം എന്ന് പറയുന്നത് പൊതുവായിട്ടുള്ള ഒരു തള്ളലോ ഒരു വലിക്കലോ, അത്രയേ ഉള്ളൂ. ഒരു വസ്തുവിന്റെ ആകൃതിക്കോ അതിന്റെ വലിപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത നമ്മൾ കൊടുക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. അതായത് ഒരു പൊതുവായിട്ടുള്ള തള്ളലോ വലിക്കലോ. ഓക്കെ അല്ലേ? അപ്പം എന്താണ് ബലം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഒരു വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലങ്ങളെയും അതുപോലെ തന്നെ ആ ഒരു വസ്തുവിന്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലവും അതുപോലെ തന്നെ ആ ഒരു വസ്തുവിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനത്തെ ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ബലം എന്ന് ചോദിച്ചാൽ, ഓക്കെ, നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. ഇയാൾ ഈ ഒരു കട്ടയെ പിടിച്ച് നീക്കുകയാണ്. ഈ ഒരു വസ്തുവിനെ ഇയാൾ അങ്ങോട്ട് നീക്കുകയാണ്. ഓക്കെ, ഇയാൾ ഈ ഒരു വസ്തുവിനെ നീക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്ത് കൊടുത്തു? ഒരു ഫോഴ്സ് കൊടുത്തു. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ് ഈ വസ്തു ഇങ്ങോട്ട് നീങ്ങി പോകുന്നത്. അപ്പോൾ ഈ ഒരു മാസിൽ ഇയാൾ ഒരു തള്ളു കൊടുത്തു. ആ തള്ളു കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മാസ് നീങ്ങുന്നത്. അതായത് ബലമെന്ന് പറയുന്നത് ഈ മാസ്, ഈ ഒരു വസ്തുവിന്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ m/a, അതാണ് എന്തെന്ന് പറയുന്നത്? ബലം പറയുന്നത്. ബലം എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അല്ലെങ്കിൽ വസ്തുവിന്റെ പിണ്ഡം ഇൻറ്റു വസ്തുവിന്റെ ത്വരണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബലം എന്ന് പറയുന്നത്. ബലം. കിലോഗ്രാം മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്.
അതായത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ. അതായത് ബലത്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അതായത് ന്യൂട്ടൺ. ഇത്രയും മനസ്സിലായില്ലേ? അപ്പോൾ ബലത്തിന്റെ SI യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂട്ടൺ ആണ്. ഇനി ബലത്തിന്റെ CGS യൂണിറ്റ് ചോദിച്ചാൽ ഡൈൻ ആണ്. ബലത്തിന്റെ CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ് ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി 1 കിലോഗ്രാം പിണ്ഡമുള്ള വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാകുന്നതിന് പര്യാപ്തമായ ബലത്തിനെയാണ് ഞാൻ എന്തെന്ന് പറയുന്നത്? ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതായത് ആ ഡെഫിനേഷനെ ഞാനൊരു സയന്റിഫിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളിന്റെ രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് 1 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കുന്നതിന് എനിക്ക് കൊടുക്കേണ്ട ബലമെന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം പിണ്ഡമുള്ള ഒരു വസ്തുവിന് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണത്തിൽ എനിക്ക് നീക്കുന്നതിന് ഞാൻ കൊടുക്കേണ്ട ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആണ്. അതാണ് 1 ന്യൂട്ടൺ, അല്ലെങ്കിൽ ന്യൂട്ടൺ എന്ന് പറയുന്നത് കിലോഗ്രാം ഇൻറ്റു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതാണ് ന്യൂട്ടൺ എന്ന് പറയുന്ന സാധനം. ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു സദിശ അളവാണ്. അവിടെ മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ. എന്താണ് ഭാരം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു. അതായത് ഭാരം എന്ന് പറയുന്നത് ഒരു വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ആകാശഗോളം ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ ആകാശഗോളത്തിന്റെ ഭാരം എന്ന് പറയുന്നത്. അതായത് വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് എന്താണ്? m×a ആണ്. m×a. m എന്ന് പറയുന്നത് മാസ്, a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഒക്കെയാണ്. അത് നമ്മൾ ഇനി ന്യൂട്ടൺസ് ലോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ അല്ലേ? ഇനി പ്രധാനമായിട്ടും 2 രീതിയിലുള്ള ബലങ്ങളാണുള്ളത്. ഒന്ന് സമ്പർക്ക ബലവും മറ്റൊന്ന് സമ്പർക്കരഹിത ബലവും. ഒന്ന് സമ്പർക്ക ബലവും മറ്റൊന്ന് സമ്പർക്കരഹിത ബലവും, അല്ലെങ്കിൽ കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. അതായത് വേറൊന്നുമല്ല, സമ്പർക്ക ബലം എന്ന് വെച്ചാൽ കോണ്ടാക്ട് ഫോഴ്സ്. അതായത് എനിക്ക് ഒരു വസ്തുവിനെ നീക്കണമെങ്കിൽ ഞാൻ എന്ത് കൊടുക്കണം? അതിനെ തൊട്ട് അതിനെ നല്ലൊരു പ്രഷർ ഞാൻ അതിന് അപ്ലൈ ചെയ്യണം. അപ്പോൾ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? അതിനൊരു മാറ്റം സംഭവിക്കത്തുള്ളൂ. ഇനി സമ്പർക്കരഹിത ബലമാണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സമ്പർക്ക ബലം എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ ആണ് വിസ്കസ് ഫോഴ്സ്, എലാസ്റ്റിസിറ്റി, ഇവയൊക്കെ. സമ്പർക്കരഹിത ബലം നോൺ കോണ്ടാക്ട് ഫോഴ്സിന് എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലം കൂടെയാണ് ഏതെന്ന് പറയുന്നത്? ന്യൂക്ലിയർ ഫോഴ്സ്, അല്ലെങ്കിൽ അണുകേന്ദ്ര ബലം എന്ന് പറയും. അണുകേന്ദ്ര ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് ഏതെന്ന് പറയുന്നത്? പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലമാണ് ഏത്? ഗുരുത്വാകർഷണ ബലം. ഗുരുത്വാകർഷണ ബലം. അപ്പോൾ പ്രകൃതിയിലെ ശക്തമായുള്ള ബലത്തെ ഞാൻ പറയുന്ന പേരാണ് അണുകേന്ദ്ര ബലവും, പ്രകൃതിയിലെ ദുർബലമായിട്ടുള്ള ബലത്തിന് പറയുന്ന പേരാണ് ഗുരുത്വാകർഷണ ബലവും. ഓക്കെ അല്ലേ? ഇനി ഇതുപോലുള്ള മറ്റൊരു സാധനം കൂടെയുണ്ട്, അതായത് കൊഹിഷനും അഡ്ഹീഷനും. നിങ്ങൾ കേട്ടിട്ടുള്ള സാധനം തന്നെയാണ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ പറയുന്ന പേരാണ് കൊഹിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ നമ്മൾ പറയുന്നത് കൊഹിഷൻ എന്ന് പറയുന്നത്. ഒരു ജലതുള്ളി ഞാൻ എടുക്കുകയാണെങ്കിൽ ആ ജലതുള്ളിക്കകത്ത് എന്താണ്? അതിനകത്തുള്ള തന്മാത്രകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഒരു ബലം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതൊരു ജലത്തുള്ളിയായിട്ട് നിൽക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊഹിഷൻ എന്ന് പറയുന്നത്. ഒരു തുള്ളി മെർക്കുറി എടുത്ത് നിങ്ങൾ തറയിൽ ഒഴിച്ചു നോക്ക്. നിങ്ങളെ തെർമോമീറ്ററിനകത്തുള്ള മെർക്കുറി, തെർമോമീറ്റർ തറയിൽ വീണ് പൊട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. ഇത് തെർമോമീറ്ററിനകത്തുള്ള മെർക്കുറി എല്ലാം ഒരു ഗ്ലോബ് ചെറിയ ചെറിയ ബൗൾ കണക്ക് ഇങ്ങനെ തറയിൽ ചെതറി കിടക്കും. അത് ലിക്വിഡ് തന്നെ ആയിരിക്കും, എന്നാൽ പോലും അതിങ്ങനെ ബോൾ പോലെ തന്നെ കിടക്കും. എന്തുകൊണ്ടാണ്? കൊഹിഷൻ ബലം കാരണം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു ബലം. എന്നാൽ വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തിന് പറയുന്ന പേരാണ് അഡ്ഹീഷൻ ബലം. അഡ്ഹീഷൻ ബലം. ഒരു പേന കൊണ്ട് നമുക്ക് പേപ്പറിൽ എഴുതാൻ സഹായിക്കുന്നത് എന്ത് ബലമുള്ളത് കൊണ്ടാണ്? അഡ്ഹീഷൻ ബലമുള്ളത് കൊണ്ടാണ്. ജനൽ തുള്ളികൾ, നമ്മൾ മഴ സമയത്ത് ജലത്തിന്റെ തുള്ളികൾ ജനൽ
ജനലിന്റെ ഗ്ലാസ്സിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ജലത്തുള്ളികൾ ജനലിന്റെ ഗ്ലാസ്സിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്? കൊഹിഷൻ ബലം കാരണമാണ്. കൊഹിഷൻ ബലം. ഇതാണ് എന്തെന്ന് പറയുന്നത്? അഹിഷൻ ബലവും കൊഹിഷൻ ബലവും. അപ്പം നിങ്ങൾ പഠിച്ചത് ഒന്ന് കോണ്ടാക്ട് ഫോഴ്സ് പഠിച്ചു, ഒന്ന് നോൺ കോണ്ടാക്ട് ഫോഴ്സ് പഠിച്ചു. പിന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രകൃതിയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ബലവും പഠിച്ചു, പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലവും പഠിച്ചു. അതുപോലെ കൊഹിഷൻ ബലം എന്താണ്, അഡ്ഹീഷൻ ബലം എന്താണെന്ന് പഠിച്ചു. ഇനി അതുപോലെ മറ്റൊരു ബലമുണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും, ഇല്ലെങ്കിൽ സ്ഥിതി വൈദ്യുത ബലം എന്ന് പറയും. സ്ഥിതി വൈദ്യുത ബലം, സ്ഥിതി വൈദ്യുത ബലം. ഈ എന്താണ് സ്ഥിതി വൈദ്യുത ബലം എന്ന് ചോദിച്ചാൽ, പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സിന്റെ പാഠഭാഗത്തിൽ നിങ്ങളൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ടീച്ചർ പറയും നിങ്ങളുടെ അടുത്ത് പേപ്പറിന്റെ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ പേപ്പർ ബിറ്റുകൾ നിങ്ങൾ ബുക്കിന്റെ പുറത്തിട്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സ്കെയിൽ എടുത്ത് തലയിൽ ഒരുപാട് വട്ടം ഇങ്ങനെ ഉരയ്ക്കുക, ഉരച്ചതിന് മുടിയിൽ ഒരുപാട് വട്ടം ഉരയ്ക്കുക. ഉരച്ചതിന് ശേഷം നിങ്ങൾ ആ ഒരു സ്കെയിൽ നിങ്ങളുടെ പേപ്പറിന്റെ അറ്റത്തോട്ട് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? പേപ്പർ അതുമായിട്ട് അട്രാക്ട് ചെയ്യുന്നത് പോലെ തോന്നും. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും തോന്നും, നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു പേനയോ എന്തെങ്കിലും ആയാലും മതി, ഒരുപാട് വട്ടം തലയിലെ മുടിയിൽ ഇങ്ങനെ ഉരച്ചതിന് ശേഷം എന്ത് ചെയ്യുക? ഈ പേപ്പറിന്റെ അറ്റത്ത് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ പേപ്പറുകൾ ഇതിനകത്തോട്ട് പെട്ടെന്ന് അറ്റാച്ച് ആവാൻ തുടങ്ങും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് സ്ഥിതി വൈദ്യുത ബലം. അതായത് മുടിയിൽ ഉരസിയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പേനയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ ചെറിയ കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ആ ഒരു ബലത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സ്ഥിതി വൈദ്യുത ബലം, അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അടുത്തതാണ് ഇന്റേണൽ ഫോഴ്സ്, അല്ലെങ്കിൽ ആന്തരിക ബലം. ആന്തരിക ബലം, ആന്തരിക ബലം. ഓക്കെ, നമ്മൾ ഇപ്പം നിങ്ങൾ ആരെങ്കിലും വണ്ടി ഓട്ടിച്ച് പോവുകയാണ്, പെട്ടെന്ന് വണ്ടി സ്റ്റോപ്പായി. നിങ്ങളൊരു കാറിൽ പോവുകയാണ്, പെട്ടെന്ന് നിങ്ങളുടെ വണ്ടി സ്റ്റോപ്പായി. അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കകത്തുള്ള ആൾക്കാരൊക്കെ പറയുകയാണ്, അപ്പോൾ നമ്മുടെ സെമീനെയും തേജസ്വിനിയും സ്മിതയും റിഷ്ണിയൊക്കെ കൂടെ കാതറിനൊക്കെ കൂടെ ഒരു ട്രിപ്പ് പോവുകയാണ്. ട്രിപ്പ് പോയ സമയത്താണ് വണ്ടി ഓടുന്നില്ല, വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അപ്പോൾ നമ്മുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ അടുത്തെല്ലാം കൂടെ പറയുകയാണ്, വണ്ടി തള്ളാൻ പറയുകയാണ് വണ്ടി ഓട്ടിക്കുന്ന ആൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ റിൻഷിയും കാതറിനും തേജസ്വിനിയും ഷിമിതയും സീമീനെയൊക്കെ കൂടെ വണ്ടി തള്ളാൻ തുടങ്ങി. വണ്ടിക്കകത്തിരുന്നു ആഞ്ഞു തള്ളുകയാണ് എല്ലാവരും കൂടെ വണ്ടിക്കകത്തിരുന്നു. വണ്ടി എത്രത്തോളം മുന്നോട്ട് പോകും? വണ്ടി മുന്നോട്ട് പോവുമോ? നിങ്ങൾ വണ്ടിക്കകത്തിരുന്ന് ആഞ്ഞു തള്ളുകയാണ്, നിങ്ങൾ എല്ലാ ബലവും കൊടുക്കുകയാണ്, പക്ഷെ വണ്ടി അനങ്ങോ? വണ്ടി അനങ്ങത്തില്ല. ഓക്കെ, അതായത് ഇന്റേണൽ ബലം അല്ലെങ്കിൽ ആന്തരിക ബലം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന്റെ അകത്ത് നിന്ന് നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെയാണ് എന്തെന്ന് പറയുന്നത്? ആന്തരിക ബലം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ആന്തരിക ബലം കൊണ്ട് വസ്തുവിന് ഒരു ചലനമാറ്റവും സംഭവിക്കുന്നില്ല. അതായത് ഒരു വസ്തുവിന്റെ അകത്ത് നിന്ന് പ്രയോഗിക്കുന്ന ബലമാണ് ഇന്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ആന്തരിക ബലം എന്ന് പറയുന്നത്. അത് ആ വസ്തുവിന് ഒരു ചലനവും ഉണ്ടാക്കാൻ വേണ്ട ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല. എന്നാൽ നിങ്ങൾ ജോലി ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ എന്താണ്? നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ട്, വണ്ടിക്കകത്തിരുന്ന് നന്നായിട്ട് നിങ്ങൾ തള്ളുന്നുണ്ട്, പക്ഷേ ആ ജോലി ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു പ്രവൃത്തി നടന്നോ എന്ന് ചോദിച്ചാൽ ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ആന്തരിക ബലം എന്ന് പറയുന്നത്. ഇനി ബാഹ്യബലം എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വണ്ടി തള്ളിയിട്ട് വണ്ടി അനങ്ങുന്നില്ല എന്ന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പുറത്തിറങ്ങി വെളിയിൽ നിന്ന് വണ്ടി തള്ളും. അപ്പോൾ എന്ത് സംഭവിക്കും? വണ്ടിക്ക് ഒരു ചലനം ഉണ്ടാകും. അതായത് ഒരു വസ്തുവിന് പുറത്ത് നൽകുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബാഹ്യബലം എന്ന് പറയുന്നത്. ഒരു പന്ത് നമ്മുടെ മുഹമ്മദ് ബോൾ എറിഞ്ഞ് നമ്മുടെ നന്ദു ബോൾ അടിക്കുന്നു. എന്താണ്? അത് ഒരു ആന്തരിക ബലമാണ്, ഒരു ബാഹ്യബലമാണ്. ഇനി സന്തുലിത ബലം അല്ലെങ്കിൽ യൂണിഫോം ഫോഴ്സ്. യൂണിഫോം ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു വസ്തു എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഈ ഒരു വസ്തുവിന്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഞാനൊരു ബലം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹലോടാ, നിങ്ങൾക്ക് കേൾക്കാമോ? കട്ടായി പോയോ അവിടേക്ക്? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം സർ. കേൾക്കുന്നുണ്ട്. ഓക്കേടാ, ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു വസ്തു ഞാൻ തള്ളുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ള എല്ലാ ബോയ്സും കൂടെ ഈ ഒരു സൈഡിൽ നിന്ന് വലിക്കുകയാണ്, തള്ളുകയാണ്. അടുത്ത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മറ്റൊരു ടീം, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാ ലേഡീസും കൂടെ ഈ ഒരു സൈഡിൽ നിന്ന് തള്ളുകയാണ്. ഓക്കെ, രണ്ടുപേരും കൂടെ ഒരേ ഡയറക്ഷനിലോട്ട് തള്ളുകയാണ്. ഇവിടെ നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരേപോലെ ശക്തിയുള്ള ആൾക്കാരാണ്. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും രണ്ടുപേർക്കും ഒരേ ശക്തിയാണ്. ആരെയും ഞാൻ കാറ്റഗറൈസ് ഒന്നും ചെയ്യുന്നില്ല, എല്ലാവർക്കും ഒരേ ശക്തിയാണ്. എല്ലാവരും മിസ്റ്റർ ഇന്ത്യയൊക്കെയാണ്. ഓക്കെ, എല്ലാവരും രണ്ട് സൈഡിൽ നിന്നും തള്ളുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു ചലനം നടക്കുമോ? രണ്ടുപേരും കൊടുക്കുന്നത് ഒരേ ബലമാണ്, ഒരിക്കലും ഒരു ചലനം നടക്കത്തില്ല. കാരണം എന്താണ്? ഇവിടെ മുഹമ്മദ് ആഞ്ഞൊരു തള്ളു തള്ളി, ഇപ്പുറത്തുനിന്ന് നമ്മുടെ
കാതറിനും അതേ തള്ള് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീണ്ടും തള്ളുകയാണ്. എന്ത് സംഭവിക്കും? ആ വസ്തുവിന് ഒരു അനക്കവും സംഭവിക്കുന്നില്ല. കാരണം നമ്മൾ രണ്ട് സ്ഥലത്തും കൊടുത്ത ഫോഴ്സ് എന്ത് തന്നെയാണ്? തുല്യം തന്നെയാണ്. ഓക്കെ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? യൂണിഫോം ഫോഴ്സ് എന്ന് പറയുന്നത്. വിപരീത ദിശകളിൽ നിന്ന് വസ്തുവിന് അനുഭവപ്പെടുന്ന തുല്യ ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിഫോം ഫോഴ്സ് എന്ന് പറയുന്നത്. എടാ, ഇതിന് ഏറ്റവും നല്ല ബെസ്റ്റ് എക്സാമ്പിൾ ഏതെന്നറിയാമോ? നമ്മുടെ വടംവലി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വടംവലി എന്ന് പറയുന്നത്? രണ്ട് സൈഡിൽ നിന്നും ആഞ്ഞു വലിക്കും. നമ്മൾ നടുക്കൊരു നൂല് കെട്ടും. ഇത് ഇപ്പുറത്തോ സഞ്ചരിക്കുന്ന ആളാണ് ജയിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരേ ഫോഴ്സ് കൊടുക്കുമ്പോഴെല്ലാം എന്ത് സംഭവിക്കും? ഇതിന് ഒരു മാറ്റവുമില്ല. ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. എപ്പോഴെങ്കിലും ഒരു നിമിഷം ആരുടെയെങ്കിലും ഒരു സ്ഥലത്തുള്ള ഫോഴ്സ് കുറയുന്ന സമയത്താണ് എന്ത് ജയിക്കുന്നത്? മറ്റേ ആള് ജയിക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് യൂണിഫോം ഫോഴ്സും നോൺ യൂണിഫോം ഫോഴ്സും. സന്തുലിത ബലവും അസന്തുലിത ബലവും. ഒരു വസ്തുവിനെ വിപരീത ദിശകളിൽ നിന്ന് വസ്തുവിന് അനുഭവപ്പെടുന്ന തുല്യ ബലത്തെയാണ് നമ്മൾ സന്തുലിത ബലം എന്ന് പറയുന്നത്. എന്നാൽ ഒരു വസ്തുവിലെ അസന്തുലിതമായ ബാഹ്യബലം അല്ലെങ്കിൽ വിവിധ ദിശയിൽ നിന്ന് വിവിധ അളവുകളിലുള്ള ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അസന്തുലിത ബലം എന്ന് പറയുന്നത്. അസന്തുലിത ബലം അല്ലെങ്കിൽ നോൺ യൂണിഫോം ഫോഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ വീണ്ടും നിങ്ങൾ 4 ഫോഴ്സ് കൂടെ പഠിച്ചു. ആന്തരിക ബലം, ബാഹ്യബലം, സന്തുലിത ബലം, അസന്തുലിത ബലം. ഇന്നിപ്പോ നമ്മൾ കുറെ ബലങ്ങളാണ് പഠിക്കുന്നത്. ആദ്യം ഒരു കോണ്ടാക്ട് ബലവും അതുപോലെ തന്നെ നോൺ കോണ്ടാക്ട് ബലവും പഠിച്ചു. അത് കഴിഞ്ഞ് ഒരു അണുകേന്ദ്ര ബലവും ഗുരുത്വാകർഷണ ബലം. അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് കൊഹിഷൻ ബലവും അഡ്ഹീഷൻ ബലവും. അത് കഴിഞ്ഞ് സ്ഥിതി വൈദ്യുത ബലം. അത് കഴിഞ്ഞ് ആന്തരിക ബലം, ബാഹ്യബലം, സന്തുലിത ബലം, അസന്തുലിത ബലം. അടുത്ത നമ്മൾ നേരത്തെ പറഞ്ഞ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് തന്നെ കുറച്ചുകൂടെ നമ്മൾ പഠിക്കുകയാണ്. ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച്. കാരണം കുറച്ച് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്കൂൾ പാഠപുസ്തകത്തിനകത്തൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. 9ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. 4ാമത്തെ പാഠമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പം ഭൂമിക്ക് മാത്രമുള്ള ഒരു ബലമാണ് എന്തെന്ന് പറയുന്നത്? സാർവിക ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് ഭൂമിക്ക് മാത്രമുള്ള ഒരു ബലമല്ല എന്തെന്ന് പറയുന്നത് ഈ ഒരു ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഏതൊരു ഗോളത്തിൽ പോയി നിന്നാലും അവിടെ നമ്മളെ വലിക്കുന്ന ഒരു ഗുരുത്വാകർഷണ ബലമുണ്ട്. അതാണ് നമ്മുടെ വെയിറ്റ് എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ മാത്രം അനുഭവപ്പെടുന്ന ഒരു ബലം മാത്രമല്ല. എവിടെ പോയാലും നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും ഭൂമിയുടെ കേന്ദ്രത്തിലേക്ക് ആകർഷിച്ച് വലിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഏറ്റവും ദുർബലമായിട്ടുള്ള, ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഏതെന്ന് പറയുന്നത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഇതിന്റെ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. ഭൂമി ഒരു വസ്തുവിന്റെ മേൽ പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഏറ്റവും ദുർബലമായിട്ടുള്ള ബലം. നിയമം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ ആണ് ഇതിന്റെ നിയമത്തെ ആവിഷ്കരിച്ചത്. അല്ലെങ്കിൽ പിണ്ഡമുള്ള ഏതൊരു രണ്ട് വസ്തുക്കളുടെ ഇടയിലും അനുഭവപ്പെടുന്ന ആകർഷണ ബലം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഗുരുത്വാകർഷണ ബലം തന്നെയാണ്. ആകർഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല. നിങ്ങൾക്ക് എല്ലാ ബലവും എപ്പോഴും ആകർഷണം മാത്രമാണോ നടക്കുന്നത്? എടാ, നിങ്ങളതിൽ 2 മാഗ്നറ്റ് ഉണ്ടെന്ന് വെച്ചോ. നോർത്തും സൗത്തും ഉണ്ട്. സൗത്തും നോർത്തും ഉള്ള മാഗ്നറ്റുകൾ നിങ്ങൾ തലതിരിച്ച് വെക്കുകയാണെങ്കിൽ ഒരേ ഇതിൽ വെച്ചാൽ എന്ത് സംഭവിക്കും? ഓപ്പോസിറ്റിൽ വെച്ചാൽ അത് അട്രാക്ട് ചെയ്യും. മറ്റേത് വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് റിപ്പൽ ചെയ്ത് മാറും. കാരണം അവിടുത്തെ മാഗ്നറ്റിക് ഫോഴ്സിന് എന്തുണ്ട്? റിപ്പൽഷൻ ഉണ്ട്. പക്ഷേ ഗുരുത്വാകർഷണ ബലത്തിന് എപ്പോഴും അട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. അതിന് റിപ്പൽഷൻ ഇല്ല. അത് ഗുരുത്വാകർഷണ ബലത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ഈ ഒരു ഗുരുത്വാകർഷണ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുത്വാകർഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്. സാർവിക ഗുരുത്വാകർഷണ നിയമം. ഐസക് ന്യൂട്ടൺ പ്രസ്താവിച്ച സാർവിക ഗുരുത്വാകർഷണ നിയമം. പ്രപഞ്ചത്തില് പിണ്ഡമുള്ള എല്ലാ വസ്തുക്കൾ തമ്മിലും ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതും ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൺ ആണ്. എൻ്റെ കയ്യിൽ 2 മാസ് ഉണ്ട്, M1 M2. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് R എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ D എന്ന് പറയുന്നതാണ് അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്. ഓക്കെ, എങ്കിൽ എനിക്ക് എന്ത് പറയാം? ഫോഴ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആ രണ്ടിൻ്റെയും മാസുകൾക്കും അതുപോലെ തന്നെ അതിനിടയ്ക്കുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലിയും പ്രൊപ്പോർഷണൽ ആണ്. അതായത് M1 M2 എന്നീ 2 മാസുകൾ ഉണ്ടെങ്കിൽ ഈ 2 മാസുകൾ തമ്മിലുള്ള 2 മാസുകളിലും
ന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസ്സുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും, ഇൻവേഴ്സലി പ്രൊപ്പോർഷണലുമായിരിക്കും. അതാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം പറയുന്നത്. ഓക്കെ, ഇതിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്ന സാധനത്തൊക്കെ നമ്മൾ ഇടും. അപ്പോഴാണ് എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ എന്നൊക്കെ പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടുന്നത്. നിങ്ങൾ ഈ ഇക്വേഷൻ മനസ്സിലാക്കി വെച്ചിരിക്കുക. ജി m1 m2 ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ, എഫ് ഈസ് ഈക്വൽ ടു ജി m1 m2 ബൈ ഡി സ്ക്വയർ. എടാ ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നത്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഐസക് ന്യൂട്ടൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ ഒരു സാർവിക ഗുരുത്വാകർഷണ നിയമമൊക്കെ കണ്ടുപിടിച്ചത്. സാർവിക ഗുരുത്വാകർഷണ നിയമമൊക്കെ കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. ഓക്കെ, ഐസക് ന്യൂട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന് പറയുന്ന പുസ്തകമൊക്കെ എഴുതിയത് ആരാണ്? ഐസക് ന്യൂട്ടൺ ആണ്. പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന് പറയുന്ന പുസ്തകം ഐസക് ന്യൂട്ടൺ ആണ്. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്രത്തിന്റെ ശാസ്ത്രശാഖയുടെ പിതാവുമാര് തന്നെയാണ് ഐസക് ന്യൂട്ടൺ ആണ്. അപ്പോൾ ഐസക് ന്യൂട്ടന്റെ പുസ്തകമാണ് എന്തെന്ന് പറയുന്നത്? പ്രിൻസിപ്പിയ മാത്തമെറ്റിക്ക എന്ന് പറയുന്നത്. പ്രിൻസിപ്പിക്ക മാത്തമെറ്റിക്ക എന്ന് പറയുന്നത്. അതുപോലെ കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ്? ഐസക് ന്യൂട്ടൺ ആണ്. ഐസക് ന്യൂട്ടൺ. ഓക്കെ അല്ലേ? ഐസക് ന്യൂട്ടൺ. ഇനി ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ജിയോയിഡ് ഷേപ്പാണ്. ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ജിയോയിഡ് ഷേപ്പാണ്. ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ഒരു ജിയോയിഡ് ഷേപ്പാണ് ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഭൂമിയുടെ ജിയോയിഡ് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സെൻട്രലിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് എന്ത് അനുഭവപ്പെടുമെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു സെൻട്രലിനെ കൺസിഡർ ചെയ്ത് ധ്രുവപ്രദേശത്തും ഭൂമധ്യരേഖയിലും നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? ധ്രുവപ്രദേശങ്ങളിൽ നമുക്ക് ഭാര കൂടുതൽ അനുഭവപ്പെടും. ഭാരക്കുറവ് നമുക്ക് എവിടെ അനുഭവപ്പെടും? ഈ ഒരു ഭൂമധ്യരേഖാ പ്രദേശത്ത് അനുഭവപ്പെടും. അതായത് ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്ത് സംഭവിക്കും? ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. റേഡിയസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോഴ്സുമായിട്ട്. അതായത് റേഡിയസ് കൂടുന്ന സമയത്ത് ഫോഴ്സ് കുറയും. ആ സമയത്ത് എഫ് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭാരവും കുറയും, വെയിറ്റും കുറയും. ഇനി ധ്രുവപ്രദേശത്താവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെ ആർ എന്ന് പറയുന്നത് എന്താണ്? ആർ എന്ന് പറയുന്നത് കുറവാണ്. ആറ് കുറയുന്ന സമയത്ത് എഫിന്റെ വാല്യൂവിന് എന്ത് സംഭവിക്കും? എഫിന്റെ വാല്യൂ കൂടും. കാരണം ആറ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആറിന്റെ വാല്യൂ കുറയുമ്പോൾ എഫിന്റെ വാല്യൂ കൂടും. എഫിന്റെ വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ എന്താണ്? വെയിറ്റ് കൂടുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ഇതിനെയാണ് നമ്മുടെ ഭൂമിയുടെ ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ധ്രുവപ്രദേശങ്ങളിൽ ഭാരക്കൂടുതലും ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭാരക്കുറവും അനുഭവപ്പെടുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ് എസ്കേപ്പ് വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി. ഓക്കെ, ഈ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, ഒരു വസ്തുവിന്റെ ഒരു എന്തെങ്കിലും ഒരു എസ്കേപ്പ് വെലോസിറ്റിക്ക് മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഫ്രീ ഫോൾ എന്താണ്? ഫ്രീ ഫോൾ എന്നുകൂടെ നിങ്ങൾ പഠിക്കുക. അതായത് വേറൊന്നുമല്ല, ഫ്രീ ഫോൾ പഠിച്ചിട്ട് നമുക്ക് എസ്കേപ്പ് വെലോസിറ്റി പഠിക്കാം. അതായത് ഫ്രീ ഫോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വസ്തുവിന് ഉയരത്തിൽ നിന്ന് നമ്മൾ സ്വതന്ത്രമായിട്ട് താഴോട്ട് വീഴാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ അത് ഗുരുത്വാകർഷണ ബലത്തിന്റെ ഫലമായിട്ട് അതെന്ത് സംഭവിക്കും? അത് താഴേക്ക് പതിക്കും. അങ്ങനെ താഴോട്ട് പതിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീ ഫോൾ അല്ലെങ്കിൽ നിർബാധ ചലനം എന്ന് പറയുന്നത്. നിർബാധ പതനം എന്നൊക്കെ പറയും. ഒരു വസ്തുവിനെ ഒരു ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് നമ്മൾ താഴോട്ടേക്ക് വീഴുകയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ അത് ഗുരുത്വാകർഷണത്തിന്റെ ബലം കാരണം താഴോട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീ ഫോൾ എന്ന് പറയുന്നത്. അതായത് ഫ്രീ ഫോൾ നടക്കുന്ന സമയത്ത് അവിടെ പ്രവേഗത്തിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. അതായത് അവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നിങ്ങൾ ജയന്റ് വീലിൽ കറങ്ങി താഴോട്ട് എത്തുമ്പോൾ അവസ്ഥ
അതായത് നിർബാധം നിങ്ങൾ താഴേക്ക് പതിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടത്തില്ല. നിങ്ങളുടെ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് വെറും 0 ആയിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ/സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീ ഫോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിർബാധ പതനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇത് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഈ ഭൂമിയുടെ ഈ ഒരു സ്പേസിൽ നിന്ന് മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും ഈ ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന മാറ്റം ഇത്രയേ ഉള്ളൂ. ഇവിടെയാണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലായിരിക്കുന്ന സമയം. നിങ്ങൾ മുകളിലേക്ക് ജി പോയാലും താഴേക്ക് പോയാലും ജിയുടെ വാല്യൂ എന്ത് സംഭവിക്കും? കുറയും. അതായത് ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുതലാണ്. സോ ഓട്ടോമാറ്റിക്കലി വെയിറ്റും കൂടുതലായിരിക്കും. ഓക്കെ, ഇനി സെന്ററിലേക്ക് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ജിയുടെ വാല്യൂ 0 ആണ്. ആ സമയത്ത് വെയിറ്റ് എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഇനി നിങ്ങൾ താഴോട്ട് പതിക്കുകയാണെങ്കിൽ അപ്പോഴും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? കുറയുകയാണ്. ആ സമയത്തും എന്ത് സംഭവിക്കും? നിങ്ങളുടെ വെയിറ്റ് കുറയും. ഇനി നിങ്ങൾ മുകളിലോട്ട് പോവുകയാണ്, അപ്പോഴും ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് സംഭവിക്കുകയാണ്? കുറയുകയാണ്. അപ്പോഴും നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ജിയുടെ വാല്യൂ കൂടുതലാണ്, അതുകൊണ്ട് വെയിറ്റിന്റെ വാല്യൂവും കൂടുതലാണ് പോൾസിൽ. ജിയുടെ വാല്യൂ 0 ആണ്, അതുകൊണ്ട് ഭൂമധ്യരേഖയിൽ വെയിറ്റിൻ്റെതും എന്ത് തന്നെയാണ്? വെയിറ്റും എന്ത് തന്നെയാണ്? 0 തന്നെയാണ്. ഓക്കെ അല്ലേ? അടുത്തതാണ് എസ്കേപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ പാലായന പ്രവേഗം. വേറൊന്നുമല്ലടാ, ഗുരുത്വാകർഷണ ബലത്തെ മറികടന്ന് ഒരു വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിന്റെ പുറത്തോട്ട് പോകുന്നതിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. എടാ, വേറൊന്നുമല്ല, ഈ ഒരു വസ്തുവിന്റെ അതിർവരമ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് ഈ ഒരു വസ്തുവിന്റെ ചലനം, ഈ ഒരു വസ്തുവിന് ചുറ്റുമുള്ള ഒരു ചലനം എന്ന് പറയുന്നത് ഇതാണ്. ഒരു ബൗണ്ടറി എന്ന് പറയുന്നത്. ഇതിന് പുറത്തോട്ട് എന്തെങ്കിലും ഒരു വസ്തുവിന് പോകണമെങ്കിൽ ഒരു നിശ്ചിത വെലോസിറ്റിക്ക് മുകളിലുണ്ടെങ്കിൽ മാത്രമേ ഇതിന് പുറത്തോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ, എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ പറയുന്ന പേരാണ് എസ്കേപ്പ് വെലോസിറ്റി. ഈ ഒരു വസ്തുവിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും ഈ ഒരു എസ്കേപ്പ് വെലോസിറ്റിയും കാട്ടിയും കൂടിയ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ബൗണ്ടറിക്കകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഗുരുത്വാകർഷണ ബലം മറികടന്ന് ഒരു വസ്തുവിന് ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്നും പുറത്തോട്ട് പോകാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പാലായന പ്രവേഗം. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം എന്ന് പറയുന്നത് 11.2 km/s ആണ്. 11.2 km/s. സൂര്യൻ്റെയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചന്ദ്രനൊക്കെ സോളാർ സിസ്റ്റം പഠിച്ച സമയത്ത് പറഞ്ഞതാണ്. ചന്ദ്രൻ്റെത് 2.4 ആണെന്നൊക്കെ പറഞ്ഞു. പാലായന പ്രവേഗം കൂടിയത് വ്യാഴത്തിനാണ്, ഏറ്റവും കുറഞ്ഞത് ബുധനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആകാശഗോളത്തിന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാലായന പ്രവേഗം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു ബലമാണ് കർഷണ ബലം. അതായത് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതലങ്ങളുടെ ഒരു ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന ബലമാണ് എന്തെന്ന് പറയുന്നത്? കർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. എടാ, നിങ്ങൾ ഒരു ബോക്സിനെ ഞരക്കുകയാണ് ഒരു സൈഡിലോട്ട്. നിങ്ങൾ ഞരക്കുന്ന സമയത്ത് ഒരു ഫോഴ്സ് നിങ്ങളെ എതിർത്ത് ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു തറയിൽ നിന്ന് നിങ്ങളെ എതിർക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കർഷണ ബലം എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ബോക്സും ഈ ഒരു ടച്ച് ചെയ്ത് കിടക്കുന്ന തറയും തമ്മിലുള്ള ആ പ്രതലങ്ങൾ തമ്മിലുള്ള ഒരു അവിടെ ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ് എന്തെന്ന് പറയുന്നത്? കർഷണ ബലം എന്ന് പറയുന്നത്. പ്രതലത്തിന് സമാന്തരമായി തന്നെ അനുഭവപ്പെടുന്ന ഒരു ബലം കൂടിയാണ് ഈ കർഷണ ബലം എന്ന് പറയുന്നത്. കർഷണ ബലം കൂടുന്ന സമയത്ത് നമുക്ക് ചലിക്കാനുള്ള ഒരു ഫ്രീനെസ് എന്ന് പറയുന്നത് എന്താണ്? കൂടുതലായിരിക്കും. പ്രതലം നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ അവിടുത്തെ കർഷണത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിൽ നിരപ്പ് ആയിട്ടുള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നീക്കാൻ പറ്റും. പക്ഷെ നിരപ്പില്ലാത്ത സ്ഥലമാണെങ്കിൽ നമുക്ക് എന്താണ്? നല്ല ബുദ്ധിമുട്ടായിരിക്കും അവിടെ നിരക്കാൻ. കാരണം എന്താണ്? അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. ഓക്കെ, കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മൾ പറയുന്ന പേരാണ് സ്നേഹകം എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ ലൂബ്രിക്കന്റ് എന്ന് പറയും. ലൂബ്രിക്കന്റ് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കർഷണം കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. എടാ, നിങ്ങളുടെ വീട്ടിലെ ഗേറ്റൊക്കെ കുറെ നാൾ നിങ്ങൾ
ഉപയോഗിച്ച് വരുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഗേറ്റ് തുറക്കുമ്പോൾ 1 കിലോമീറ്ററിന് അപ്പുറത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരുടെ വീട്ടിലും എന്ത് കേൾക്കാൻ പറ്റും? നിങ്ങളുടെ വീട്ടിൽ ഗേറ്റ് തുറന്നത് അറിയാൻ പറ്റും. ഇങ്ങനെ ശബ്ദം കേട്ട് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യും? ആ ഗേറ്റിനകത്ത് ആ ഒരു ജോയിൻസിൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? എന്തെങ്കിലും എണ്ണയോ ലൂബ്രിക്കൻ്റോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും. എന്തിനാണ്? ആ ഒരു സൗണ്ട്, ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് സ്നേഹകം അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഖര അവസ്ഥയിലുള്ള ഒരു സ്നേഹകത്തിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ്. കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഇത് മാത്രമല്ല, നമ്മുടെ വാഹനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. വാഹനങ്ങളിലൊക്കെ കർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കും? നമ്മുടെ ബിയറിങ്ങുകൾ, ബോൾ ബിയറിങ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കും. ബോൾ ബിയറിങ്സ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ പുതിയതായിട്ട് വയ്ക്കുന്ന വീടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. വീടുകളിലൊക്കെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ മോഡേൺ കിച്ചൺ എന്നൊക്കെ പറയും. മോഡേൺ കിച്ചണിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളിങ്ങനെ കുറേ ഡ്രോയർ ഉണ്ട്. നമുക്ക് മുമ്പോട്ടും പിറകിലോട്ടൊക്കെ ഇങ്ങനെ വലിക്കാം. നമ്മുടെ സ്ലാബിൻ്റെയൊക്കെ താഴെ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന സാധനം. നിങ്ങൾ ആ ഒരു സാധനം, ഒരു ട്രേ ഇങ്ങനെ വലിക്കുമ്പോൾ ഒരു ചാനലിൽ കൂടെയാണ് ഇത് ഇങ്ങോട്ട് മുന്നിലോട്ട് സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആ ഒരു ചാനൽ തുറന്നു നോക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തുറന്നു നോക്കാറില്ല, ഇപ്പോൾ എപ്പോഴെങ്കിലും അതിന് കംപ്ലൈൻറ്റ് വരുമ്പോൾ നിങ്ങൾ അത് ഇളക്കി മാറ്റി, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അതിൽ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കും. കാരണം അതിനകത്തും എന്തുണ്ട്? വീൽസ് ഉണ്ട്. അത് തന്നെയാണ് റോഷൻ പറഞ്ഞത് തന്നെയാണ്. റോഷൻ കണ്ടിട്ടുണ്ടായിരിക്കും. ചെറിയ കൊച്ചു വീലുകൾ അതിനകത്തുണ്ട്. ചെറിയ മുത്തുകൾ പോലത്തെ ഒരു സാധനം അതിനകത്തുണ്ട്. എന്താണ് അവിടെയും നടക്കുന്നത്? അവിടെയും ആ ഒരു ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറേ ദിവസം കഴിയുമ്പോൾ അവിടെ തുറക്കാനും അടയ്ക്കാനൊക്കെ പാടാകുന്ന സമയത്ത് നമ്മൾ ഗ്രീസ് വാങ്ങിച്ച് പുരട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിൽ അവിടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ ഒഴിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടാൻ പറ്റും? ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്? കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ ഫ്ലൈറ്റുകളും അതുപോലെ എയ്റോപ്ലെയിനൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിന് ഒരു പ്രത്യേക ഡിസൈൻ ഉണ്ട്. അതുപോലെ കാറുകളും മറ്റും ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു എയ്റോഡൈനാമിക് ഡിസൈൻ ഒക്കെ നമ്മൾ കൊടുക്കും. അതായത് കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാഹനങ്ങളെ നമ്മൾ അങ്ങനെ ചിട്ടപ്പെടുത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് സ്ട്രീം ലൈനിങ്, ഇല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്ന പേരാണ് ഇമ്പോർട്ടൻ്റ്, ധാരോരഹിതമാക്കൽ എന്ന് പറയും. ഈ ധാരോരഹിതമാക്കൽ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? കർഷണ ബലം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അതെന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളെ തറയിൽ കൂടെ നമുക്കൊരു വസ്തുവിനെ നീക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞരക്കി നീക്കുന്നതിനേയും കാട്ടി എളുപ്പം എന്ന് പറയുന്നത്, ഒരു ഭാരമുള്ള വസ്തു തറയിൽ കൂടെ ഞരക്കി നീക്കുന്നതിനേയും കാട്ടി എളുപ്പം ഉരുളുന്ന ചെറിയ തടിക്കഷ്ണങ്ങൾ നമ്മൾ ഈ ഒരു വസ്തുവിന്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ തള്ളുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പെട്ടെന്ന് ഉരുട്ടി മാറ്റാൻ പറ്റും. അതായത് എന്താണ്? ഉരുളൽ കർഷണം എന്ന് പറയുന്നത് നിരങ്ങൽ കർഷണത്തെക്കാളും കുറവാണ്. ഉരുളുമ്പോൾ ഉണ്ടാകുന്ന കർഷണം എന്ന് പറയുന്നത് നിരക്കി ഉണ്ടാക്കുന്ന കർഷണത്തെക്കാട്ടിയും കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? അവിടെ നമ്മൾ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കുന്നത്. ഉരുളൽ കർഷണം എന്ന് പറയുന്നത് ഞരങ്ങൽ കർഷണത്തെക്കാട്ടിയും കുറവാണ്. ഓക്കെ. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഫോഴ്സാണ് വിസ്കസ് ഫോഴ്സ്, അല്ലെങ്കിൽ ശ്യാനബലം എന്ന് പറയും. ശ്യാനബലം. ഓക്കെ. അതായത് ചലിക്കുന്ന ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലമാണ് കർഷണ ബലം, അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയും. വിസ്കസ് ഫോഴ്സ്. ഓക്കെ. ചലിക്കുന്ന ദ്രാവക പാളികൾക്ക് ഇടയിൽ അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ ശ്യാനബലം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ശ്യാനബലം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശ്യാനത കൂടിയിട്ടുള്ള ദ്രാവകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസ്കസ് ദ്രാവകം. ഇനി ശ്യാനത കുറഞ്ഞിട്ടുള്ള ദ്രാവകത്തെ വിളിക്കുന്ന പേരാണ് സുജല ദ്രാവകം. ഇനി ശ്യാനത 0 ദ്രാവകങ്ങളുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ വീട്ടില് അടുക്കളയിൽ നിങ്ങൾ ചീനിച്ചട്ടി എടുത്ത് വെച്ചിട്ട് നിങ്ങൾ അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുകയാണ്. നിങ്ങൾ ആദ്യം എണ്ണ ഒഴിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? നമ്മൾ എണ്ണ പാത്രം ചൂടായിട്ട് ഒഴിക്കാറുള്ളൂ. വെറുതെ എണ്ണ നിങ്ങളൊരു പാത്രത്തിനകത്ത് ഒഴിച്ചാൽ എന്ത് ചെയ്യും? അത് ആ ഒരു തിക്നെസ്സിൽ തന്നെ കിടക്കും. നിങ്ങൾ പെട്ടെന്ന് അതിനെ ചൂടാക്കിയിട്ടാണ് ഒഴിക്കുന്നതെങ്കിലോ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അതങ്ങ് ഒരു മോഷനൊക്കെ പെട്ടെന്ന്, അതായത് പണ്ട് പതുക്കെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സാധനം പെട്ടെന്ന് സ്പീഡ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഇല്ലെങ്കിൽ നിങ്ങൾ 2 തുള്ളി തേനെടുത്ത് ഒരു ചരിഞ്ഞ പ്രതലത്തിലൂടെ ഒഴിക്കുക. ഒന്നിൽ ചൂടായിട്ടുള്ള തേനും ഒന്ന് ചൂടാകാത്ത തേനും. ചൂടായ തേൻ ദാന്നും പറഞ്ഞ് വെള്ളം പോണ പോലെ അങ്ങ് പോവും. എന്താണ്? അതിന്റെ വിസ്കോസിറ്റി നഷ്ടമായി.
അതായത് ടെമ്പറേച്ചർ കൂടിയാൽ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി തീരും. നിങ്ങളിങ്ങനെ ആപ്ലിക്കേഷൻ വെച്ച് തന്നെ അത് പഠിച്ചു വെക്കുക. അല്ലാതെ ഒരു ഡെഫിനിഷൻ പോലെ വെൻ ടെമ്പറേച്ചർ റൈസസ് വിസ്കോസിറ്റി ഡിക്രീസസ്, വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് വിസ്കോസിറ്റി ഡിക്രീസസ്, വെൻ ടെമ്പറേച്ചർ ഡിക്രീസസ് വിസ്കോസിറ്റി ഇൻക്രീസസ്. ഇങ്ങനെ പഠിക്കാൻ നിൽക്കരുത്. ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്കത് പിന്നീട് ഒരു പ്രയോജനമില്ലാത്തതായി പോകും. അല്ലാതെ ഇതുപോലെ ഈ എക്സാമ്പിളൊക്കെ ഓർത്തിരുന്നാൽ നിങ്ങൾ ഒരിക്കലും അത് മറക്കത്തില്ല. അതായത് ഒരു തേനെടുത്തൊഴിച്ച് അതിന് കട്ടിയുള്ള തേൻ പതുക്കെ വരുന്നതിനുള്ള ആ ഒരു ദ്രാവക പാളികൾക്കിടയിൽ അനുഭവപ്പെടുന്ന ബലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശ്യാനബലം അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കൂട്ടിയാണ് ഞാൻ എണ്ണ ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? എണ്ണ ഇതാന്നും പറഞ്ഞ് ഒഴുകി ഇങ്ങ് താഴെ വീഴും. കാരണം എന്താണ്? ടെമ്പറേച്ചർ കൂടിയപ്പോൾ വിസ്കോസിറ്റി നഷ്ടമായി പോയി. ഇങ്ങനത്തെ അവസ്ഥയെ പറയുന്ന പേരാണ് സൂപ്പർ ഫ്ലൂയിഡ്. സൂപ്പർ ഫ്ലൂയിഡ്. മനസ്സിലായല്ലോ? അടുത്തതാണ് സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ. സർക്കുലാർ മോഷൻ. ഓക്കെ. അതായത് സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു വസ്തുവിന്റെ റൊട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. സർക്കുലാർ മോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും സർക്കുലാർ മോഷനൊക്കെ നിങ്ങൾ പണ്ട് മുതലേ കേൾക്കുന്ന സാധനമാണ്. നമ്മൾ സോളാർ സിസ്റ്റം ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ സർക്കുലാർ മോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയുടെ റെവല്യൂഷനും അതുപോലെ തന്നെ ഭ്രമണവും പരിക്രമണവും ഒക്കെ നമ്മൾ പറഞ്ഞു. ഒരാൾ ഒരു സർക്കുലാർ പാതയിലൂടെ സഞ്ചരിക്കുന്നത്, ഒരു കാറ് സർക്കുലാർ പാതയിലൂടെ സഞ്ചരിക്കുന്നത്, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നത്, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സർക്കുലാർ മോഷൻ എക്സാമ്പിളാണ്. ഇവിടെ കുലാർ മോഷൻ എന്നേ ഉള്ളൂ, ബാക്കി സർക്കുലാർ ഇവിടെ വന്നില്ല. ഓക്കെ, അപ്പോൾ സർക്കുലാർ മോഷനാണ് അടുത്തത്. അപ്പോൾ സർക്കുലാർ മോഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? ഓക്കെ, സർക്കുലാർ മോഷൻ. അടുത്ത നമുക്ക് പഠിക്കേണ്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത്? സർക്കുലാർ മോഷനിൽ നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും സെൻട്രിപെറ്റൽ ഫോഴ്സും ആണ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ മലയാളമാണ് അപകേന്ദ്ര ബലം. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ മലയാളം എന്ന് പറയുന്നത് അഭികേന്ദ്ര ബലം. സെൻട്രിപെറ്റൽ എന്ന് വെച്ചാൽ സെൻട്രൽ സീക്കിംഗ് ഫോഴ്സ്, സെൻട്രിഫ്യൂഗ് കേന്ദ്ര ബലം, അപകേന്ദ്ര ബലം. അപ്പോൾ വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിന് വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ അഭികേന്ദ്ര ബലമെന്നും, വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിടുന്ന ബലത്തെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അല്ലെങ്കിൽ അപകേന്ദ്ര ബലമെന്നും നമ്മൾ നേരത്തെയും പഠിച്ച കാര്യമാണ്. ഒരു കല്ല് നമ്മൾ ചരടിൽ കെട്ടി കറക്കുമ്പോൾ കയ്യ് കല്ലിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഭികേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സർ, ഈ കല്ല് എസ്കേപ്പ് വെലോസിറ്റിയുടെ അതേ ഒരു തന്നെയാണോ വരുന്നത് ഇവിടെയും? അതുപോലെ തന്നെയാണ്. പക്ഷേ ആ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഉണ്ട്. ആ ഒരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ പുറത്തോട്ട് പോകാനുള്ളതാണ്. ഓക്കെ, അതായത് വേറൊന്നുമല്ല, നമ്മുടെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു റോക്കറ്റോ മറ്റോ നമ്മൾ വിക്ഷേപിക്കുന്ന സമയത്ത് ഈ ഒരു എസ്കേപ്പ് വെലോസിറ്റിയും കാട്ടിയും കൂടിയ ഒരു വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ അതിന് മറ്റൊരു, അതായത് ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റിയും കാട്ടിയും കൂടുതലായിട്ടുള്ള ഒരു വേഗത്തിൽ സഞ്ചരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിന് മറ്റൊരു ഗ്രഹത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെയാണ് നമ്മൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അല്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിനകത്ത് തന്നെ പെട്ടുപോകും, പുറത്തോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി പോകും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവുമാണ്. നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയിരുന്നാൽ മതി. ഒരു വൃത്താകൃതിയിലുള്ള, നമ്മൾ നേരത്തെ സെൻട്രിഫ്യൂഗൽ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി. അതായത് വൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെ സഞ്ചരിക്കുന്ന വസ്തുവിന് വൃത്ത കേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വൃത്ത കേന്ദ്രത്തിലേക്ക്. അതിനെ പറയുന്ന പേരാണ് അഭികേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വെച്ചാൽ സെന്റർ സീക്കിംഗ് ഫോഴ്സ്. അതാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ വസ്തുക്കളെ വൃത്തകേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന ബലത്തെ നമ്മൾ പറയുന്ന പേരാണ് അപകേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ തുണി നനയ്ക്കുന്ന സമയത്ത് ബട്ടറും തൈരും അതുപോലെ പാലിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്യുന്നത്, അതുപോലെ നമ്മളെ സെൻട്രിഫ്യൂഗൽ മോട്ടർ, ആ ഒരു സെൻട്രിഫ്യൂഗേഷൻ എന്ന പ്രോസസ്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, ഇതാണ് അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഈ അഭികേന്ദ്ര ബലം നൽകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വളവുള്ള റോഡുകളൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് റോഡുകളുടെ ബാഹ്യഭാഗം നമ്മൾ കുറച്ച് ഉയർത്തി നിർമ്മിക്കും. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പേര് പറയും, ബാങ്കിങ് ഓഫ് റോഡ്സ് എന്നൊക്കെ പറയും. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയുന്നത് അഭികേന്ദ്ര ബലത്തിന്റെ ഒരു പ്രോസസ്സാണ്. നിങ്ങൾ തെറിച്ച് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അവിടെ ഒരു ബാഹ്യഭാഗത്ത് കുറച്ച് ഉയർത്തി കെട്ടുന്നത്. ബാങ്കിങ് ഓഫ് റോഡ്സ് എന്ന് പറയും.
ഓക്കെ, വാഹനങ്ങൾ വളവുകൾ തിരിയുന്ന സമയത്ത് അതിന്റെ സഞ്ചാരപാതയിൽ നിന്ന് തെറിച്ചു മാറുന്നതിന് വേണ്ടി കാരണമാകുന്ന ബലം എന്ന് പറയുന്നത് അഭികേന്ദ്ര ബലമാണ്. അങ്ങനെ അപകേന്ദ്ര ബലമാണ്. അങ്ങനെ നിങ്ങളെ തെറിച്ചു മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ബാങ്കിങ്ങോ ഫ്രോഡൊക്കെ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അതാണ് അഭികേന്ദ്ര ബലവും അപകേന്ദ്ര ബലവും. അതിൽ അപകേന്ദ്ര ബലത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപകേന്ദ്ര ബലത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് സെൻട്രിഫ്യൂഗേഷൻ പറഞ്ഞ സമയത്ത് പറഞ്ഞു തന്നത്. ഓക്കെ അല്ലേ? അടുത്തതാണ് ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ്. വളരെ കുറഞ്ഞ ഒരു സമയം കൊണ്ട് അനുഭവപ്പെടുന്ന വലിയൊരു ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു ആണിയെ എനിക്ക് ചുമരിലടിക്കണം, ഞാൻ ചുറ്റിയിൽ കൊണ്ട് ഒരേ പ്രഷറിൽ ചുമ്മാ ഇങ്ങനെ തട്ടി 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 കളിച്ചുകൊണ്ടിരുന്ന ആ ആണി പതുക്കെ കയറത്തുള്ളൂ. അതേസമയം ഞാൻ എന്ത് ചെയ്യും, വലിയൊരു ഫോഴ്സ് പെട്ടെന്നൊരു നിമിഷം കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആണി ഇതാന്നും പറഞ്ഞ് അങ്ങ് കയറിപ്പോകും. അതായത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് അനുഭവപ്പെടുന്ന ഒരു വലിയ ബലത്തെ പറയുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആവേഗ ബലം എന്ന് പറയുന്നത്. ആവേഗ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ആണ്. നമ്മൾ ചുറ്റിക ഉപയോഗിച്ച് ആണി മതിലിലേക്ക് തറയ്ക്കുന്നത്, ബാറ്റ് ഉപയോഗിച്ച് പന്ത് തട്ടുന്നത്, നമ്മളെ ക്യാരം ബോർഡ് നമ്മൾ കളിക്കുന്ന സമയത്ത് നമ്മൾ സ്ട്രൈക്കർ ഉപയോഗിച്ച് മറ്റ് കെട്ടകളെ നമ്മൾ അടിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കുറേ തട്ട് കൊടുത്താണോ നമ്മൾ സ്ട്രൈക്കറിനെ അടിച്ച് കളയുന്നത്? നമ്മളൊരു ഒറ്റ സെക്കൻഡിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ടക്കനുള്ള ഒരു ഫോഴ്സിന്റെ ബലത്തിലാണ് ആ ഒരു സ്ട്രൈക്കർ മുന്നോട്ട് പോയി ബാക്കിയുള്ള കട്ടകളെ മാറ്റുന്നത്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ദ്രാവകത്തിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് പ്ലവക്ഷമ ബലം അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. എടാ, നിങ്ങൾ ഇതൊന്നും പഠിക്കേണ്ട, ഡെഫിനിഷൻ ഒന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഞാൻ കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ എല്ലാവരും കിണറ്റിൽ നിന്ന് വെള്ളം കോരിയിട്ടുള്ളവരായിരിക്കുമല്ലോ. എടാ, നിങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് നിങ്ങൾ ബക്കറ്റ് കിണറ്റിനകത്തോട്ട് വീണു. ആ ഒരു കിണറ്റിലെ വെള്ളത്തിനകത്ത് നിങ്ങളുടെ ബക്കറ്റ് നിൽക്കുന്ന സമയത്ത് ബക്കറ്റിലെ വെള്ളം നിറഞ്ഞ് നിങ്ങൾ വലിക്കുമ്പോൾ, ഓക്കെ, ഇതാണ് നിങ്ങളുടെ കിണറിൽ ഇത്രയും വെള്ളമുണ്ട്. നിങ്ങളുടെ ബക്കറ്റ് ഈ ഒരു സ്ഥലത്താണ് ആദ്യം നിൽക്കുന്നതെന്ന് വെച്ചോ. ഓക്കെ, ഇവിടെ മുകളിൽ നിന്ന് നമ്മുടെ നന്ദു കയറ് വലിക്കുകയാണ്. ഓക്കെ, ഇത് വലിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഒരു ബലം ആര് കൊടുക്കും, വെള്ളം കൊടുക്കും. വലിക്കുകയാണ്, മുകളിലോട്ട് വലിക്കുന്ന സമയത്ത് ഒരു ബക്കറ്റിനെ ഇത് മുകളിലോട്ട് പൊക്കുമ്പോൾ ഇവിടെ ആര് ബലം കൊടുക്കും, ഈ വെള്ളത്തിലുള്ള വെള്ളം എന്ത് കൊടുക്കും, ഇതിനൊരു ബലം കൊടുക്കും മുകളിലോട്ട് പൊങ്ങാൻ. നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ഇങ്ങനെ വലിക്കുമ്പോൾ ഇതിനൊട്ടും ഭാരം തോന്നത്തില്ല. നിങ്ങൾ വിചാരിക്കും, അയ്യോ വെള്ളത്തിന് ഇത്രേ ഭാരമുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ ഇതിപ്പോ പൊങ്ങി മുകളിലോട്ട് കയറുമ്പോഴേക്കും നിങ്ങളുടെ കൈക്കൊരു പിടുത്തം വരും. അപ്പോൾ നിങ്ങളുടെ ബലം മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ വെള്ളം കൂടെ ഇങ്ങോട്ട് കൊടുക്കുന്ന ഒരു ബലത്തിന്, അല്ലെങ്കിൽ ഒരു ദ്രാവകത്തിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന ഒരു വസ്തുവിൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബോയന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. വസ്തുക്കൾ ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ഭാരക്കുറവ് അനുഭവപ്പെടുന്നതിന് കാരണമായിട്ടുള്ള ബലം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്, പ്ലവക്ഷമ ബലം തന്നെയാണ്. പ്ലവക്ഷമ ബലം. കപ്പല് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണവും എന്ത് തന്നെയാണ്, പ്ലവക്ഷമ ബലമാണ്. വസ്തുവിന്റെ ഭാരം കൂടുതലാണെങ്കിൽ, പ്ലവക്ഷമ ബലത്തെക്കാട്ടിയും കൂടുതലാണെങ്കിൽ വസ്തു എന്ത് ചെയ്യും, ദ്രാവകത്തിൽ മുങ്ങിപ്പോകും. ഇനി വസ്തുവിന്റെ ഭാരത്തെക്കാട്ടിയും പ്ലവക്ഷമ ബലമാണ് കൂടുതലെങ്കിൽ എന്ത് സംഭവിക്കും, ആ വസ്തു പൊങ്ങിക്കിടക്കും. ഓക്കെ, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് കൂടെ ഉണ്ട്. ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലമായിട്ട് കണക്ട് ചെയ്ത് പറയുമ്പോൾ വസ്തുവിന്റെ ഭാരവും കൂടുതൽ പ്ലവക്ഷമ ബലം കുറവുമാണെങ്കിൽ വസ്തു മുങ്ങിപ്പോകുകയും, വസ്തുവിന്റെ ഭാരം കുറവും പ്ലവക്ഷമ ബലം കൂടുതലുമാണെങ്കിൽ ആ വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യും. ഒരു വസ്തു ഒരു ദ്രാവകത്തിൽ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മുങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വെച്ച് ആ ഒരു വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും എന്ന് പറയുന്ന തത്വമാണ് എന്തെന്ന് പറയുന്നത്, ആർക്കിമിഡീസ് തത്വം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മളൊരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ടൊരു കട്ട എടുത്തിടുമ്പോഴേക്ക് എന്ത് സംഭവിക്കും, അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം പുറത്തോട്ട് പോകും. ഓക്കെ, ആ പുറത്തോട്ട് പോയ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു വസ്തുവിന്റെ ഭാരത്തിന് ആ പുറത്തോട്ട് പോയത് തുല്യമായിരിക്കും. അതാണ് ആർക്കിമിഡീസ് തത്വം എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ 2 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന സമയത്ത് ബക്കറ്റ് മുകളിലേക്ക് പൊങ്ങുമ്പോൾ നമുക്ക് വസ്തുവിന്റെ ഭാരം അനുഭവപ്പെടത്തിന് കാരണമെന്ന് പറയുന്നതും ബോയന്റ് ഫോഴ്സ് ആണ്. അതുപോലെ കപ്പലുകളും മറ്റുമൊക്കെ പൊങ്ങിക്കിടക്കുന്നതിനും ഒരു വലിയ ഫാക്ടർ ഇതുണ്ട്. ഇപ്പോൾ പ്ലവക്ഷമ ബലത്തിന് കാര്യമുണ്ട്. വസ്തുവിന്റെ ഭാരം കൂടുമ്പോൾ പ്ലവക്ഷമ ബലത്തിന് എന്ത് സംഭവിക്കും? വസ്തുവിന്റെ ഭാരം കൂടുതലും പ്ലവക്ഷമ ബലം കുറവുമാണെങ്കിൽ ദ്രാവകത്തിൽ മുങ്ങിപ്പോകുമെന്നും, വസ്തുവിന്റെ ഭാരം കുറവും പ്ലവക്ഷമ ബലമാണ് കൂടുതലെങ്കിൽ എന്ത് സംഭവിക്കും? വസ്തു ദ്രാവകത്തിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ അടുത്ത് ഇനി 2 പോയിന്റ് കൂടെ ഉള്ളൂ, അതുകൂടെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഒന്നെന്ന് പറയുന്നത് അഡ്ഹീഷനും കൊഹീഷനും. അത് ഞാൻ നേരത്തെ ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അഹിഷനും കൊഹീഷനും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, അതുപോലെ കേശികത്വം എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നു. കേശികത്വം എന്താണെന്ന്. ഓക്കെ, അതുപോലെ നമുക്കിനി കേശകത്തിന് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. വേരുകൾ മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നതും, അതുപോലെ വിളക്ക് തിരിയിലൂടെ എണ്ണ മുകളിലേക്ക് കയറുന്നതും, അതുപോലെ തന്നെ ഉപ്പുകടലാസ് ജലം വലിച്ചെടുക്കുന്നതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? കേശകത്വത്തിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, അടുത്ത് പറയേണ്ട പ്രധാനപ്പെട്ട ഒന്നാണ് പ്രതലബലം എന്ന് പറയുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലം വലിച്ചു പിടിച്ച് നമുക്കൊരു സ്ഥലം പോലെ, ഒരു പ്ലെയിൻ സർഫസ് പോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീഡിയം പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു തരം ബലത്തെയാണ് നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാം ഈ ഒരു ജലകണിക, ഇതൊരു ജലമാണ്. ജലത്തിനകത്ത് ഒരുപാട് കണികകളുണ്ട്. ഈ ഒരു ജലകണികയ്ക്ക് ഇതിന് ചുറ്റുമുള്ള മറ്റ് കണികകളുമായിട്ട് അതൊരു ഫോഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു നിർത്തുന്ന ഒരു ബലമുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രതലബലം എന്ന് പറയുന്നത്. പ്രതലബലം. മഴത്തുള്ളി ഗോളാകൃതിയിൽ കാണുന്നതിന് കാരണമായിട്ടുള്ള ബലം എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഈ ഒരു പ്രതലബലം തന്നെയാണ്. നമ്മൾ എപ്പോഴാണോ നമ്മുടെ ജലത്തിനകത്തോട്ട്, നിങ്ങൾ തുണി കഴുകുന്ന സമയത്ത് എപ്പോഴാണോ നമ്മൾ സോപ്പ് പൊടി ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കുള്ളൂ? നമ്മുടെ തുണിയിൽ അഴുക്കൊക്കെ പോകുള്ളൂ എന്ന് പറയും. എന്താണ്? നമ്മുടെ ഒരു ജലത്തിൽ സോപ്പ് പൊടി നമ്മൾ കലർത്തുമ്പോഴാണ് അതിന്റെ സർഫസ് ടെൻഷൻ കുറയുന്നത്. സർഫസ് ടെൻഷൻ കുറഞ്ഞാലേ എന്ത് സംഭവിക്കത്തുള്ളൂ? അതിലെ അഴുക്കുകളൊക്കെ ആ തുണി നാരുകൾക്കിടയിലോട്ട് കയറി അത് മൊത്തം പുറത്തോട്ട് വരത്തുള്ളൂ. ഓക്കെ, അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത്? സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ്രാവകത്തിന്റെ പ്രതല വിസ്തീർണം കുറയ്ക്കുന്ന ബലം എന്ന് പറയുന്നതും സർഫസ് ടെൻഷനാണ്. നിങ്ങൾ ഒരു തുള്ളി വെള്ളം എടുത്ത് നിങ്ങളുടെ മേശപ്പുറത്ത് വയ്ക്കുമ്പോൾ അതൊരു ഗ്ലോബ് പോലെ മൊത്തം സ്പ്രെഡ് ചെയ്യാതെ ഇങ്ങനെ ഒരു തുള്ളിയായിട്ട് തന്നെ അവിടെ നിൽക്കുന്നതിന് കാരണം എന്താണ്? അതിന്റെ ഉള്ളിലുള്ള കണികകൾ അതിനെ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അത് ആ ഒരു ഷേപ്പിൽ നിന്ന് വിട്ടുപോകാതെ അത് ആ ഒരു രൂപത്തിൽ ഇരിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ള ബലമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഒരു സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രതലബലം എന്ന് പറയുന്നത്. പ്രതലബലം. അതുപോലെ കുതിരശക്തി അല്ലെങ്കിൽ ഹോഴ്സ് പവർ. PSCയുടെ സ്ഥിരം ചോദ്യം ഇതാണ്: ഒരു കുതിരശക്തി എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? 746 വാട്ടാണ് ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. എന്താണ് പവർ എന്ന് ചോദിച്ചാൽ എന്താണ്? യൂണിറ്റ് സമയത്തിന്റെ പ്രവൃത്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പവർ എന്ന് പറയുന്നത്. പവർ എന്ന് പറയുന്നത് പ്രവൃത്തി ബൈ സമയമാണ്. നമ്മൾ വർക്ക് പഠിക്കുന്ന സമയത്ത് അത് കൂടുതൽ നമ്മൾ അപ്പോൾ പഠിക്കും. പ്രവൃത്തി പഠിക്കുന്ന സമയത്ത് നമ്മൾ പ്രവൃത്തിയുടെ കൂടെ നമ്മൾ പവർ കൂടെ പറയും. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തി പവർ എന്ന് പറയുന്നത്, P എന്ന് പറയുന്നത് W ബൈ ടൈം ആണ്, അല്ലെങ്കിൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലെങ്കിൽ പ്രവൃത്തി ഡിവൈഡഡ് ബൈ സമയമാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ സെക്കൻഡ് ആണ്. വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്, ടൈമിൻ്റെത് സെക്കൻഡ് ആണ്. അപ്പൊ എന്തായിരിക്കും യൂണിറ്റ്? ജൂൾ പെർ സെക്കൻഡ്. ഓക്കെ, പവറിന്റെ ഒരു മെക്കാനിക്കൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് കുതിരശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. PSCയുടെ ചോദ്യം ഇതാണ്: ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ടാണ്? ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടാണ്.